3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. നാട്ടിലെന്നും ഞങ്ങളൊരു ലജ്ജാവിഷയമായിരുന്നു. ഞാൻ ആ കാലങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. ആകെ ദുരിതം പിടിച്ചതായിരുന്നു ജീവിതം. എന്റെ 15 വയസ്സ് വരെ ഞാൻ അമ്മയുടെ കണ്ണുനീര് കണ്ടാണ് വളർന്നത്. എന്റെ മനസ്സിൽ ഇതൊക്കെ കണ്ടതുകൊണ്ട് ദൈവമില്ലെന്നൊരു ചിന്തയായിരുന്നു. 1500 കോടി വാല്യൂ ഉള്ള ഒരു കമ്പനിയിൽ നിൽക്കുമ്പം അതിന്റെ ഒരു ഫൗണ്ടറായി നിൽക്കുന്ന സമയത്ത് വാട്ട് മണി മീൻസ് ടു യു? പണം വേണം ജീവിക്കാൻ. പക്ഷെ ഞാൻ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. പണം എന്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല ഈ സ്ഥാപനം. ഇപ്പൊ എന്റെ എല്ലാമാണ് ഡെൻ കെയർ. സർ, ഓവറോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഓവറോൾ ഡെന്റൽ പ്രോസസ്സസ് ഇൻഡസ്ട്രിയിൽ ഡെൻ കെയറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഡെൻ കെയർ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രീനെ ട്രാൻസ്ഫോം ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും അത് എന്നൊരു ആൻസർ പറയാം? ഞാൻ ഒരു പൊങ്ങച്ചം പറയുകയായിട്ട് തോന്നരുത്, എങ്കിലും പറയാം, ഡെന്റൽ ലാബിന്റെ ഇന്ത്യയിലെ തലതൊട്ടിപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. മുന്നേ തന്നെ ഏതെങ്കിലും ഫണ്ട് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇത് 36 വർഷം എടുത്ത സക്സസ് 20 വർഷം കൊണ്ട് എത്തിയാനെ. എന്റെ മനസ്സിൽ ഒരിക്കലും ഡെൻ കെയർ എനിക്ക് വിൽക്കാൻ പരിപാടിയില്ല. പല ബിസിനസ്സുകാരും തുടക്കത്തിലുള്ള ഉത്സാഹം അവർക്ക് പിന്നീട് ഉണ്ടാവില്ല. യാത്ര ചെയ്യാതിരിക്കുമ്പോൾ നാം കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ബഹുമാനിക്കാത്തവരാണ്, ഭാര്യനെ പുറകോട്ട് മാറ്റി നിർത്തുന്നവരാണ്. തെറ്റാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സാർ ഇപ്പോൾ 37 വർഷത്തോളം ഇത് ഒരു പ്രശ്നമില്ലാതെ റൺ ചെയ്തു കൊണ്ടുവന്ന എന്താണ് അതിന്റെ സീക്രട്ട്? ഈ കമ്പനിക്കകത്ത് ഒരിക്കലും റിലേഷൻഷിപ്പ് നോക്കില്ല. പക്ഷെ മനസ്സറിഞ്ഞ് ഞാനൊരു കാര്യം അങ്ങനെ കണ്ടാൽ ഒരിക്കലും അത് അനുവദിക്കില്ല. എങ്ങനെയാണ് R&D നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് എപ്പോഴും ഈ ഒരു ബിസിനസ്സിൽ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്നത്? കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ല എന്നാണ് ഞാൻ വീണ്ടും എന്നോട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്താലും പറയാനുള്ളൂ. സർട്ടിഫിക്കേഷൻ മീൻസ് ഏതെങ്കിലും കുറച്ച് പണം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നുള്ളതല്ല, സിസ്റ്റംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നല്ല ബെൻസ് ഓടിച്ചുകൊണ്ട് ഒരുത്തും പോകണം, ഇത്തിരി സ്പീഡിലെങ്ങാനും പോയി കണ്ടോ അവന്റെ പോക്ക് കണ്ടില്ലേ ബെൻസും കൊണ്ടെന്ന് പറയും. എനിക്ക് ബെൻസുകാരില്ല. സാറിന്റെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? ലോകത്തിലെ മുഴുവൻ മനുഷ്യരും പുഞ്ചരിക്കുന്നവരാണെന്നാണ് എൻ്റെ ആഗ്രഹം. ഡെൻ കെയറിനെ സംബന്ധിച്ച് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല. ഞാനില്ലെങ്കിലും ഈ സ്ഥാപനം എല്ലാം ഭംഗിയായിട്ട് ഇന്നത്തെ പോകുന്ന പോലെ തന്നെ പോകും. ഒരു മാസം ശമ്പളം കൊടുക്കാൻ അന്ന് 7.5 കോടി രൂപയോളം വേണം. നിങ്ങളൊരു പക്ഷേ പറഞ്ഞാൽ അതിശയോക്തി എന്ന് തോന്നും. ഇത്രയും ഒരു വലിയ സ്ഥാപനം, 7.5 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കരയേണ്ട വന്നെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞ കാലങ്ങളായിരുന്നു. ചിലർ അവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അറ്റൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളും വാടകയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ വിളിക്കും, സാറേ ഒരു 2000 രൂപ ഇട്ട് തരാമോ? 2000 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വോയിസ് അപ്പ് പോഡ്കാസ്റ്റ്. ഇന്ന് ഞാൻ കുറച്ച് നെർവസ് ആണ്. കാരണം മറ്റൊന്നല്ല, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഏകദേശം 4200ഓളം എംപ്ലോയീസ് ഉള്ള വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെന്റൽ ലാബോറട്ടറി ഓൺ ചെയ്യുന്ന IPO റെഡി ആയിട്ടുള്ള ഒരു മലയാളി ബിസിനസ്മാൻ ആണ് നമ്മളെ കൂടെ എന്നുള്ളത്. ഡെൻ കെയർ ഡെന്റൽ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ജോൺ കുര്യാക്കോ സാറാണ്. സർ, വെൽക്കം. വെൽക്കം സർ. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും സാറിനെ നേരിട്ട് കാണാനും സാറിന്റെ സ്പീച്ച് കേൾക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചത് ഈ അടുത്ത് ധനം മാഗസിൻ കാലിക്കറ്റ് വെച്ച് നടത്തിയിട്ടുള്ള ഒരു ഇവന്റിൽ വെച്ചിട്ടായിരുന്നു. അന്ന് സാറിന് ഒരു 10-15 മിനിറ്റുള്ള ഒരു സ്പീച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഒരു കണ്ണ് തുറപ്പിച്ചു, ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാനാണ് കൂടുതൽ ഇഷ്ടം. അന്ന് നമ്മുടെ ടീമും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാറുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ. ഈ ഒരു മൊമെന്റ് ശരിക്കും ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സാറിന്റെ അടുത്ത് വൺസ് അഗൈൻ താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഒരു സംരംഭം തുടങ്ങിയിട്ട് ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ട് വളരെ കഠിനമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലൊക്കെ പിടാപ്പാട് വിടുന്ന ഒരുപാട് സംരംഭകരുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, ആരോഗ്യപരമായിട്ട് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ചിലർ.
പക്ഷെ ഈ കാണുന്ന എല്ലാ കാരണങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയ ഒരാളാണ് ശരിക്കും ജോൺ കുര്യാക്കോസ് സാർ. അതെ. അപ്പം എനിക്ക് ഡെൻ കെയർ എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സാറിന്റെ യാത്രയാണ് അറിയേണ്ടത്, ഒരു പ്രീ ഡെൻ കെയർ ജേണി. ഞാൻ എൻ്റെ വീട് മൂവാറ്റുപുഴയ്ക്കും കൂത്താറിലത്തിനും ഇടയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ വടക്കൻ പാലക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. ഇവിടുന്ന് കേവലം 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലം. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. നാട്ടിൽ എന്നും ഞങ്ങളൊരു ഒരു ലജ്ജാവിഷയമായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും സൺഡേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും അതെല്ലാം ഒരു ചടങ്ങ് പോലെ ചെയ്തിരുന്നു. ആ കാലത്ത് എനിക്ക് ദൈവമില്ലെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും 3 തലമുറകളായി ഭ്രാന്ത് വന്നിരിക്കുന്നു സാറിന്റെ കുടുംബത്തിൽ. എൻ്റെ അപ്പന്റെ കുടുംബത്തിൽ. അപ്പന്റെ അപ്പനും ഭ്രാന്ത്, അദ്ദേഹത്തിന്റെ മുകളിൽ അതിന് മുമ്പുള്ള തലമുറയ്ക്ക് ഭ്രാന്ത്. എൻ്റെ സ്വന്തം കൊച്ചപ്പനെ ഒരു ചങ്ങലയിൽ പൂട്ടിയിട്ടിരുന്നു, ഒരു നായയെ പോലെ. ആ മുറിയിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്തിരുന്നു. അവിടെ തന്നെയാണ് ഭക്ഷണവും കഴിച്ചിരുന്നത്. ഞാൻ അതെല്ലാം കണ്ടാണ് എൻ്റെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത്. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ, അമ്മയുടെ അപ്പനും അമ്മയും കേവലം 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അനാഥയായ എൻ്റെ അമ്മ ഒരു കീറത്തുണി എടുത്തുകൊണ്ട് വീടുകൾ തോറും ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം ചോദിച്ചുകൊണ്ട് കയറി ഇറങ്ങി നടന്നു വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഞങ്ങളുടെ വീടും അമ്മയുടെ വീടും തമ്മിൽ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആദ്യ സമയത്ത് ഞങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോൾ ഒന്നും എൻ്റെ പിതാവിനൊരു രോഗമില്ല. എൻ്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക്, ഒരു ചെറിയ വീട്, അതെനിക്ക് ഓർമ്മയില്ല, ഒരു ഓലപ്പര കൊണ്ട് മേഞ്ഞൊരു വീടൊക്കെ, അങ്ങനെ ഒരു വീട്, ചെറിയൊരു വീട് വെച്ചു. അതൊരു 2 ഏക്കർ സ്ഥലമാണ്. പക്ഷെ വെളിച്ചവും ഇല്ല, ഒരു പാറക്കെട്ട് പിടിച്ച സ്ഥലം. എൻ്റെ പിതാവിന് കൂലിപ്പണിയായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. മദ്യപിക്കില്ല, പുകവലിക്കില്ല, അങ്ങനെയുള്ള വേറെ ദുശീലങ്ങളൊന്നുമില്ല. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അമ്മയെ കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. നല്ല സ്നേഹമായിരുന്നു അമ്മയോട്. എൻ്റെ പിതാവിനൊരു ആഗ്രഹം, വെള്ളവും വെളിച്ചവും വഴിയൊക്കെ ഉള്ളിടത്ത് ഒരു വീട് വെക്കണം. ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നിടത്ത് 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. വണ്ടി കയറി ചെല്ലില്ല, ഇലക്ട്രിസിറ്റി കണക്ഷനും ഇല്ല. ശരി കുഗ്രാമമായിരുന്നു. അപ്പൊ എൻ്റെ പിതാവ് രാപകലില്ലാതെ അധ്വാനിക്കും, കഷ്ടപ്പെടും. കൂലിപ്പണിയെല്ലാം എടുത്ത് കുറച്ച് പൈസയെല്ലാം ഒപ്പിച്ചു. ഒറ്റ പൈസയും ചെലവഴിക്കില്ല. അങ്ങനെ കൂട്ടിവെച്ച പൈസയെല്ലാം കൂടി എൻ്റെ പിതാവിന് ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വീട് മേടിക്കണം. വീട് മേടിക്കല്ല, വീട് വെക്കാനായിട്ടൊരു സ്ഥലം മേടിക്കണം. ഒരു 23 സെന്റ് സ്ഥലത്തിന് പൈസയെല്ലാം മുഴുവൻ അങ്ങ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഈ മനുഷ്യൻ സ്ഥലം എഴുതി തന്നില്ല. ഇദ്ദേഹം ഈ പണവും മേടിച്ചുകൊണ്ട് മദ്യപിക്കാൻ പോയി. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ച. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങളുടെ പ്രയത്നഫലം എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഈ സ്ഥലം പോയല്ലോ എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ പിന്തുടർന്നു വന്നിരുന്ന ആ പൈശാചികമായ ബന്ധനം എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു, ഭ്രാന്ത് ബാധിച്ചു. ആ സ്ഥലം എഴുതി തരേണ്ട ആളെ കൊല്ലൂന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരും ആ വീട്ടിന്റെ ഉടമസ്ഥനും ചേർന്ന് ആളെ ബലമായി പിടിച്ച് കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി. അന്ന് ഈ പ്രദേശത്തെങ്ങും ഭ്രാന്താശുപത്രി ഇല്ല, തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കി. അതിനു മുമ്പ് എൻ്റെ അപ്പനെയും അപ്പന്റെ അനുജനെയും എല്ലാം തൃശ്ശൂർ ഭ്രാന്താശുപത്രി ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോഴല്ലേ എൻ്റെ പിതാവ് കൂടെ പോയി നിന്നിട്ടുമുണ്ട്. എൻ്റെ പിതാവിന് അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഷോക്ക് അടിപ്പിച്ചു, പലവിധ ട്രീറ്റ്മെന്റുകൾ നടത്തി. ഭ്രാന്ത് മാറുന്നില്ല. ഒരു ദിവസം 12 ഉറക്കഗുളി കഴിക്കണം, 3 നേരമായിട്ട്. ആരും സഹായിക്കാനില്ല. ഞാൻ പറഞ്ഞില്ല അമ്മയെ കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ലെന്ന്.
അശരണയായ എൻ്റെ അമ്മ ആരോരും സഹായിക്കാനില്ലാതെ അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. അമ്മ ഉച്ചവരെ കൂലിപ്പണി ചെയ്യും. ഉം. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഒരു മൺചട്ടിക്കകത്താക്കി ഒരു ഇലയൊക്കെ വെച്ച് മൂടിക്കൊണ്ടുവരും ഞങ്ങൾക്ക് കഴിക്കാൻ. ഞാൻ ആ കാലങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. ഉം. ആകെ ദുരിതം പിടിച്ചതായിരുന്നു ജീവിതം. എന്നാൽ ചടങ്ങ് പോലെ ഇങ്ങനെ പള്ളിയിലെല്ലാം പോകുന്നുണ്ട് താനും. എൻ്റെ മനസ്സിൽ ഇതൊക്കെ കണ്ടതുകൊണ്ട് ദൈവമില്ലെന്നൊരു ചിന്തയായിരുന്നു. ഉം. അമ്മ പള്ളിയായ പള്ളികളെല്ലാം കയറി ഇറങ്ങി നടക്കും, നേർച്ചയും വഴിപാടും എല്ലാമായിട്ട്. പോകാത്ത പള്ളികളില്ല ഈ പ്രദേശങ്ങളിലുള്ള. അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം വഴിപാടും നേർച്ചയായിട്ട് നടന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞപ്പൻ പണിക്കൻ എന്ന് പറഞ്ഞൊരു മരയാശാരി, ഒരു കാർപ്പൻറ്ററെ വിളിച്ച് ഉം. മന്ത്രവാദം നടത്തി ഓ. എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് മാറാൻ. ഓക്കെ. മാറിയില്ല. അതോടുകൂടി അമ്മയ്ക്ക് കടുത്ത നിരാശയായി. അമ്മയുടെ ചിന്ത, ഞങ്ങൾക്ക് വന്നെങ്കിലോ, ഞങ്ങൾക്ക് 3 തലമുറ ഭ്രാന്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും ഭ്രാന്ത് വന്നെങ്കിലോ എന്നുള്ള ഭയം. അതിനും പുറമെ വീട്ടിലെന്നും ബഹളാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അമ്മയെ അടിക്കും പിതാവ്, വലിയ ചുവരിലോടി വെച്ച്. ഞങ്ങൾ ആരെങ്കിലും ഒന്ന് അല്പം ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കേട്ടാൽ മതി, ഉടനെ തന്നെ അമ്മയോട് പറയും കൈ കെട്ടിപ്പിടിക്കടിയെന്ന്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടല്ല. വീടിന്റെ പുറകിൽ ഒരു പുളിമരമുണ്ട്. ആ പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ പുറകിൽ 4 5 അടിയെല്ലാം അടിക്കും. ഒരക്ഷരം മിണ്ടാതെ നിന്ന് അമ്മ അടിയെല്ലാം കൊള്ളും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിതാവ് ഒന്ന് ശാന്തനായി പുറത്തേക്ക് പോകും. അപ്പൊ അമ്മ എന്നെയും ചേട്ടനെയും അനുജനെയും, ഞങ്ങൾ 3 ആൺമക്കളാ, ഞങ്ങളെ വിളിച്ച് ഈ ചോരയും തുണിയും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണിച്ചു തന്നിട്ട് ചങ്കനിട്ടിടിച്ച് കരയും. ഞങ്ങളുടെ വീടൊരു കരച്ചിലിന്റെ വീടായിരുന്നു. എൻ്റെ 15 വയസ്സ് വരെ ഞാൻ അമ്മയുടെ കണ്ണുനീര് കണ്ടാണ് വളർന്നത്. 3 തലമുറകളായി ഭ്രാന്ത് വന്നതുകൊണ്ട് അമ്മ കരുതി ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്ന്. അപ്പൊ അമ്മയ്ക്ക് ആകെ സങ്കടം. അമ്മ ഓർത്തു, എന്തിനാ ജീവിക്കണേ, മരിച്ചേക്കാം. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലങ്ങളിൽ ഞാൻ അമ്മ പറഞ്ഞു കേട്ടിരുന്നത്, മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമാണ് ദൈവമെന്ന്. ദൈവം എന്ന് പറഞ്ഞ വിശ്വാസം അന്ന് ഇല്ലല്ലേ സാർ? അന്ന് എനിക്കൊട്ടുമില്ല. അമ്മയ്ക്കും ദൈവം ഉണ്ടെന്നുള്ള ചിന്തയില്ല. കാരണം കരയണോ പ്രാർത്ഥിക്കണോ, പള്ളിയിലൊന്നും പോകാൻ നിവൃത്തിയില്ല, കാരണം ഉടുത്തോണ്ട് പോകാനൊന്നും മുണ്ടൊന്നുമില്ല. പക്ഷെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുവന്നു. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കണു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവം എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, അമ്മ ഇടയ്ക്ക് കൂലിപ്പണിക്കൊക്കെ പോകുന്ന വീട്ടിലെ ഒരു അദ്ദേഹം ഒരു നോട്ടീസ് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു, ഏലിയാമ്മയെ ഒന്ന് പ്രാർത്ഥനായോഗത്തിന് വന്നെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഈ മനുഷ്യൻ ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം ഒന്ന് പ്രാർത്ഥനായോഗത്തിന് പോയി. എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ അല്പം പോലും ലജ്ജയില്ല. എൻ്റെ അമ്മയ്ക്ക് കൊടുത്തോണ്ട് ഒരു മുണ്ടില്ലായിരുന്നു. താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ മേടിച്ചു കൊടുത്തു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ മഞ്ഞ നിറമൊക്കെ പിടിച്ച് കീറി ഒരു ചട്ടയിട്ടുകൊണ്ട് കരഞ്ഞോണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥനായോഗത്തിന് പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. ഞാൻ ചോദിച്ചു, അമ്മ എന്തു പറ്റി? അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഈ പ്രസംഗൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരുവാൻ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിനെ വിളിക്കൂ, യേശു സമാധാനം തരുമെന്ന്. എൻ്റെ അമ്മയ്ക്ക് അന്ന് വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അമ്മ ഇദ്ദേഹം പറയണ കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ്, എൻ്റെ യേശുവെ, എനിക്കൊരു ഇറ്റ് സമാധാനം തരണമെന്ന്. അമ്മയ്ക്ക് തികഞ്ഞ സമാധാനം കിട്ടി. കഴിഞ്ഞ എൻ്റെ അമ്മയ്ക്ക് 83 വയസ്സുണ്ട് ഇപ്പോൾ. കഴിഞ്ഞ 44 വർഷമായി പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുന്നു. അമ്മയ്ക്ക് ഈ സമാധാനം കിട്ടിയപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, ദൈവം ഉണ്ടായിരിക്കുമോ? പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും ദൈവം ഇല്ലെന്നുള്ള ചിന്ത ഒന്നോടെ അരക്കൊട്ടുറപ്പിക്കാൻ പാകത്തിനായിരുന്നു ജീവിതം. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. കാലത്തെ ഒരു 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എല്ലാം കാണാതെ പഠിക്കും. പരീക്ഷ കാളി ചെല്ലുമ്പോൾ എല്ലാം മറന്നുപോകും. ചോറ് കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല, അതിനുള്ള സാഹചര്യം ഇല്ല.
കണക്കിനാണെങ്കിൽ എനിക്ക് കിട്ടിയത് 50-ൽ 7 മാർക്കാണ് SSLCക്ക്. ഇത്രയും ബന്ധപ്പെട്ട് ഞാൻ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പഠിച്ചിട്ടും SSLCക്ക് ആകെ 251 മാർക്ക് കിട്ടിയുള്ളൂ 600-ൽ. എൻ്റെ ഭാസ്കരൻ സാറ് പരമാവധി ഉത്സാഹിച്ചു എന്നെ മാത്സ് പഠിപ്പിക്കാൻ. എങ്ങനെ പഠിപ്പിച്ചാലും എനിക്ക് തലയിൽ കയറില്ല. കണക്കിന് എനിക്ക് 50-ൽ 7 മാർക്ക് കിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോരാൻ ഏതാണ്ട് 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. 10 പൈസ മതി വണ്ടിക്കൂലിക്ക്, പ്രൈവറ്റ് ബസ്സിന്. അതെനിക്ക് തരാൻ ആരുമില്ല. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ബസ്സിൽ കയറി പോകുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പോന്നിട്ടുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. സാറിനെ പൊട്ടനെന്ന് വിളിച്ചതിൽ സാറിനോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല, പക്ഷെ സങ്കടം. എങ്കിലും സാറിനെ പൊട്ടനെന്ന് വിളിച്ചല്ലോ, അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അപ്പം ഞാൻ കരച്ചിൽ ആരും കാണാതെ ഇങ്ങനെ കൈയൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അന്ന് ഞാൻ വിചാരിച്ച് മനുഷ്യരും കാണരുതെന്ന് കരുതി ഞാനിങ്ങനെ കൈ പിടിച്ചത്. പക്ഷെ ഇന്ന് എനിക്കറിയാം, സത്യമായും കരയുന്നവരുടെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ സ്നേഹമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ SSLC കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊരു മാർഗവും ഇല്ല. അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, മൂവാറ്റുപുഴയിൽ. 15 രൂപ കൊടുത്ത പ്രൈവറ്റ് കോളേജിൽ 15 രൂപ വിട്ട് 15 വയസ്സ് പോലും തരാൻ ആരുമില്ല. എൻ്റെ ഫാദർ ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും സ്കൂളിൽ വന്നിട്ടില്ല. വളരെ ദയനീയമായ സ്ഥിതി. ഞാൻ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദർ ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. ആ കുരിശുപള്ളിയുടെ അവിടെ വന്ന് ഒരു കീറിയ തോർത്തുകൊണ്ട് കൊടുത്ത് താടി രോമങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി തുപ്പലൊക്കെ ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയും, ഇതാടാ നിന്റെ അപ്പം ഭ്രാന്തം വന്നിരിക്കണമെന്ന്. നാട്ടുകാരെല്ലാം വിളിച്ചിരുന്നത്, എൻ്റെ പിതാവിൻ്റെ പേര് കുര്യാക്കോസ് എന്നാണെങ്കിലും ഭ്രാന്തൻ കുര്യാക്കോസിന്റെ മക്കള്, ഭ്രാന്തൻ കുര്യാക്കോന്റെ മക്കളെന്നാണ് വിളിച്ചിരുന്നത്. നാട്ടുകാരെല്ലാം ഞങ്ങളെ വിളിച്ചിരുന്നത് ഭ്രാന്തൻ കുര്യാക്കോന്റെ മക്കളെന്നാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ്. ഞാൻ ഒരിക്കലും തല ഉയർത്തി നടന്നിട്ടില്ല. എന്നും താഴേക്ക് നോക്കി അപകർഷതാബോധം കൊണ്ട് വലഞ്ഞ് തല കുമ്പിട്ടവനായിരുന്നു. ഒരിക്കലും എനിക്ക് ശോഭനമായൊരു ഭാവി ലഭിക്കുമെന്ന് എൻ്റെ 15 വയസ്സ് വരെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഓർത്തു അങ്ങ് മരിച്ചായിരുന്നെങ്കിൽ. ഞാൻ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനൊന്ന് പ്രാർത്ഥനായോഗത്തിന് വരുമോ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനായോഗത്തിന് പോകും. വിശ്വാസത്തോടെ അല്ല പോണേ. അവിടെ ചെന്നപ്പോൾ ഈ പ്രസംഗം ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടു വന്നിട്ടുണ്ടോ. ഞാനോടത്ത് ഇന്ത്യ എങ്ങനെ ഇത് അറിഞ്ഞേ. എൻ്റെ മനസ്സിൽ ദൈവമില്ലെന്നല്ലേ ചിന്ത. തുടർന്ന് അദ്ദേഹം പിന്നെയും പറഞ്ഞു, നിങ്ങൾ മനസ്സറിഞ്ഞ ജീവിതത്തിൽ ഒരു തെറ്റ് വരികയില്ല, ഒരു പാപം വരികയില്ല എന്ന് തീരുമാനമെടുത്തിട്ട് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണ വാക്കാ ഇതൊക്കെ, സമർപ്പണം എന്നൊക്കെ. 15ാമത്തെ വയസ്സിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഇപ്പൊ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്ത് പാപമുള്ളേ. ഞാൻ മദ്യവെച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, വേറെ യാതൊരു വേണ്ടാനത്തിനും പോയിട്ടില്ല. പക്ഷേ തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുറമേ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ചീത്ത ആഗ്രഹങ്ങളും മലിനമോഹങ്ങളും വൈരാഗ്യവും പകയുമെല്ലാം ഇല്ലേ. ശരിയാ. ഞാൻ ചിന്തിച്ചപ്പോൾ വയനാട്ടിലൊരു ആന്റി ഉണ്ട്. ആന്റി വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരില്ല, സ്വന്തക്കാരെ എല്ലാവരുടെയും വീട്ടിൽ പോകും, അയൽവക്കത്തുള്ള. അപ്പൊ എന്റെ മനസ്സിൽ കടുത്ത പക എല്ലാവരോടും. ഞങ്ങളെ എല്ലാവരും തഴഞ്ഞിരിക്കുകയല്ലേ, ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ. വളർന്നു വരുമ്പോൾ എല്ലാവരോടും പകരം വീട്ടണം എന്നുള്ള ചിന്ത. ഇതൊന്നും തെറ്റാണെന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അന്ന് വ്യക്തമായൊരു തീരുമാനമെടുത്തു. ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. മനസ്സറിഞ്ഞൊരു തെറ്റ് വരരുതെന്ന് അന്ന് തീരുമാനമെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്ന് അടുത്തൊരു വലിയ അത്ഭുതമാണ്. എൻ്റെ പിതാവിന് രോഗം മാറാൻ വേണ്ടി എവിടെയെല്ലാം കൊണ്ടുപോയി, എന്തൊക്കെ ചികിത്സകൾ ചെയ്തു, വീട്ടിൽ വെച്ച് മന്ത്രവാദം വരെ ചെയ്തു. പക്ഷേ രോഗം മാറിയില്ലല്ലോ. എന്നാൽ എൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വേറെ ഈ ഭൂമിയിൽ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഏതെങ്കിലും പാസ്റ്ററോ, ഏതെങ്കിലും ഞാൻ യാക്കോബായ സഭയിലാണ്, ഏതെങ്കിലും സഭയിലെ പുരോഹിതന്മാരോ അതല്ലെങ്കിൽ ബിഷപ്പോ അല്ലെങ്കിൽ വേറെ ആരും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ അമ്മ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു.
ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം എന്നേക്കുമായി ജീവനുള്ള ദൈവം മാറ്റിക്കൊടുത്തു. അതോടുകൂടി എനിക്ക് നല്ല വിശ്വാസമായി. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ 50,000 സ്ക്വയർ ഫീറ്റ് പണിയിപ്പിച്ച എൻ്റെ പിതാവാ. ആ. കഴിഞ്ഞ 44 വർഷമായിട്ട് ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. ഒരു ഉറക്ക ഗുളിക പോലും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 44 വർഷമായിട്ട് എൻ്റെ പിതാവ് ഒരു ഉറക്ക ഗുളിക പോലും കഴിച്ചിട്ടില്ല. 12 ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന പിതാവ്. അപ്പൊ എനിക്ക് ഒന്നുകൂടെ വിശ്വാസം കൂടി. ഞാൻ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല, നീ റബ്ബർ വെട്ട് പഠിച്ചോളാം. അങ്ങനെ ഞാൻ 15-ാമത്തെ വയസ്സിൽ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു തോർത്തുകൊണ്ട് എടുത്ത് ഒരു തോർത്തുകൊണ്ട് തലയെക്കെട്ടൊക്കെ കെട്ടി എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ആ റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കൂടെ മണ്ണിട്ടൊരു വഴിയുണ്ട് കോളേജിലേക്ക് നടന്നു പോകണ കാണുമ്പോൾ. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. ഞാൻ സങ്കടപ്പെട്ട് ഏങ്ങലടിച്ചിട്ടുണ്ട്. പഠിക്കാൻ അത്ര കൊതിയായിരുന്നു, എനിക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ ബുദ്ധിയിൽ എന്ത് ചെയ്യും, മാർക്ക് തീരെ കുറവ്. ഞാൻ ഓർത്തു എല്ലാം തീർന്നു. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം. ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എനിക്ക് ഒരു ജോലി തരുമോ. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച് പാത്രം കഴുകി വയ്ക്കുക. എൻ്റെ യജമാനൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ പാത്രം കഴുകി വയ്ക്കാൻ. പക്ഷെ എനിക്കതൊക്കെ ചെയ്യുന്നതിന് ഒരു സന്തോഷക്കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ പേഷ്യൻസ് എല്ലാം തുപ്പിയിട്ടിരിക്കുന്ന ഈ കോട്ടണൊക്കെ ഉണ്ടല്ലോ, ദന്താശുപത്രി അല്ലേ, അതെല്ലാം കൊണ്ട് ഈ ബ്ലഡിലുള്ള കോട്ടണൊക്കെ അതൊക്കെ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇടുക, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തുകൊണ്ട് വരിക. ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ഈ LPG സിലിണ്ടർ എടുത്തുകൊണ്ട് വരിക. ഇങ്ങനെയുള്ള ജോലിയൊക്കെ എനിക്കുള്ളൂ. സാർ ഇത് എവിടെയാണ്? എറണാകുളത്താണോ? അല്ല, മൂവാറ്റുപുഴയിൽ. മൂവാറ്റുപുഴ തന്നെ. മൂവാറ്റുപുഴ ഇവിടുന്ന് അധികം ദൂരമല്ല, ഓക്കെ. 1 കിലോമീറ്റർ. മൂവാറ്റുപുഴ ഒരു ആ ക്ലിനിക്ക് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ ക്ലിനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ക്ലിനിക്കിന്റെ ഉടമയാണ് എന്നോട് ഈ ഡെൻകെയർ എന്ന് പറഞ്ഞ പേരിടാൻ പറഞ്ഞത്. ആ ക്ലിനിക്കിന്റെ പേര് ഡെൻകെയർ ഡെന്റൽ ക്ലിനിക് എന്നായിരുന്നു. അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരുന്നു. അപ്പോ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ഇത് എനിക്ക് ജോലി കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. ഞാന് ജോലി സമയം 8 മുതൽ 5:30 വരെയാ. ഞാൻ കാലത്തെ 6:30 വരും. എന്റെ ജോലി എല്ലാം തീർത്തു വെക്കും. ഒരു പക്ഷേ എന്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എന്റെ പഴയ യജമാനൻ എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ആ കാലങ്ങളിലെല്ലാം പല്ലിന് കേടുവന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പറിച്ചു കളയും, അതല്ലെങ്കിൽ ഈ വെള്ളി കളറുള്ള അമാൽഗം എന്ന് പറയണേ, അമാൽഗം വെച്ച് അടയ്ക്കും. സ്റ്റീലിന്റെ കളറായിരിക്കും. എന്നല്ലാതെ വേറെ ഈ ട്രീറ്റ്മെന്റുകളൊക്കെ ആയി ഇത്രയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പലപ്പോഴും ക്ലിനിക്കിൽ അകത്ത് നിൽക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഈ ചില ക്രൗൺ ആൻഡ് ബ്രിഡ്ജുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന പല്ലിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആ കാലങ്ങളിൽ ഒന്ന് നോർത്ത് ഇന്ത്യയിലും ഒന്ന് സൗത്ത് ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ. 2 സ്ഥാപനമുള്ളൂ. അവിടെ ചെയ്തുകൊണ്ട് വരുന്ന വർക്കുകൾ ഒരു പകുതി, ഒരു 50% പോലും പേഷ്യന്റെ മുഖത്തിൽ ഫിറ്റ് ആവില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും വലിയ ലെയ്ത്തില്. മെറ്റലാണല്ലോ, മെറ്റൽ വെച്ച് ക്രൗൺ, മെറ്റൽ നിക്കൽ ക്രോം മെറ്റൽ വെച്ച് ക്യാപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലെ പല്ല് ചെറുതാക്കിയിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ഇനാമല് 2 മില്ലിമീറ്റർ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയിട്ട് നടുക്കുള്ള പല്ല് ഈ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലിനകത്ത് അതിനകത്ത് ഡെന്റൽ സിമെന്റ് വെച്ച് ഉറപ്പിച്ചു വെക്കുന്നു, ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതാണ് ഫിക്സഡ് പ്രോസ്തസിസ് എന്നാണ് അതിന് പറയുന്നത്. അത് ബ്രിഡ്ജ് എന്ന് പറയും. നമ്മുടെ പാലം പോലെ ബ്രിഡ്ജ് ഉറപ്പിച്ചു വെക്കുന്നു. തൂണ് 2 ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയിട്ട് അതിന് ക്യാപ്പ് ചെയ്ത് വെച്ചാൽ ക്യാപ്പിനകത്ത് സിമെന്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അത് പിന്നെ അതിനകത്ത് തന്നെ ഒന്നുകിൽ മെറ്റലിന്റെ കളറ്, അതല്ലെങ്കിൽ പുറമേയുള്ള പല്ല്. ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിൽ ഈ ഫേഷ്യൽ സർഫസ് എന്ന് പറയും, അവിടെ അക്രലിക് ഉണ്ട് അഥവാ പ്ലാസ്റ്റിക് ഉണ്ട്, 4-5 കളറേ ഉള്ളൂ. കളർ കൊടുത്ത് ഇങ്ങനെ അകത്ത് മെറ്റലും പുറമേ കാണുന്ന ഭാഗം പ്ലാസ്റ്റിക് ആയിട്ട് അങ്ങനെ 2 പ്രോഡക്റ്റ് മാത്രമേ അന്ന് ചെയ്യുന്നുള്ളൂ 80-കളിൽ. പക്ഷെ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് പേഷ്യന്റെ മൗത്തിൽ ഫിറ്റ് ആവാതെ വരുമ്പോൾ ഡോക്ടർക്ക് സങ്കടം. ഡോക്ടർ ഇങ്ങനെ കുറെ നേരം ഗ്രൈൻഡ് ചെയ്യും, ഫിറ്റ് ആവൂല, സങ്കടപ്പെടും. ഡോക്ടർ ചിലപ്പോൾ പറയും, ജോണെ ഞാൻ ഈ പണി ചെയ്യുന്നില്ല എന്ന് പറയും. ചിലപ്പോൾ ഇത് ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കില്ല, സങ്കടം വന്നിട്ട്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത, വല്ലപ്പോഴും ഇത് ഫിറ്റ് ആവുന്നുണ്ടല്ലോ, അപ്പൊ ഇവര് സെറ്റ് ചെയ്യാഞ്ഞിട്ടാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ഡെന്റൽ ലാബ് തുടങ്ങിയാലോ എന്നുള്ള ചിന്ത, അങ്ങനെ ഒരു സ്വപ്നം.
എനിക്കാകെ ഒരു മാസം 250 രൂപ ശമ്പളം. യെസ്. ഒരു ഡെന്റൽ ലാബ് തുടങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്ത്. ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരു വർഷം മുഴുവൻ പണിയെടുത്താൽ 3000 രൂപ കിട്ടുള്ളൂ. അതെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ എനിക്ക് തുടങ്ങണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം. ഏത് സംരംഭകരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിലെ അതിയായ ആഗ്രഹമാണ് അഥവാ സ്വപ്നമാണ് ഉം. നമ്മെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതെ. ലക്ഷ്യത്തിലെത്താനായിട്ട് കുറുക്കുവഴിയൊന്നുമില്ല, ഷോർട്ട് കട്ടൊന്നുമില്ല. ഞാൻ ചിന്തിച്ചു എങ്ങനെ തുടങ്ങും, എങ്ങനെ ഡെന്റൽ ലാബ് തുടങ്ങും, എങ്ങനെ അതിനുള്ള മൂലധനം കണ്ടെത്തും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ യജമാനൻ എന്നെ വെപ്പ് പല്ല് എടുത്തു കഴുകുന്ന അതുണ്ടല്ലോ, സെറ്റ് പല്ല്, അത് വെക്കുന്ന സെറ്റിംഗ് എന്നെ പഠിപ്പിച്ചു. അപ്പൊ എൻ്റെ മനസ്സിലൊരു ആശയം, ഒരാഗ്രഹം, ഈ രാത്രി പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ഡെഞ്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 50 രൂപ കിട്ടും. അപ്പം അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ക്ലിനിക്കുകളിലെല്ലാം രാത്രി ജോലി ചെയ്യും. സെറ്റ് ചെയ്ത് കൊടുക്കാൻ പകല് മുഴുവൻ ഞാൻ എൻ്റെ മാതൃസ്ഥാനത്ത് ജോലി ചെയ്യും, രാത്രി മുഴുവൻ സെറ്റ് ചെയ്ത് അത് വാർത്ത റെഡിയാക്കി കൊടുക്കും. ഉറക്കം എന്ന് പറഞ്ഞ 1 മണിക്കൂറും, ചില ആളുകൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 1 മണിക്കൂറും, ചിലപ്പോഴെല്ലാം 2 മണിക്കൂറും, ഞായറാഴ്ചകളിൽ 3 മണിക്കൂർ ഉറങ്ങിയതായ ദിവസം. അങ്ങനെ ഏതാണ്ട് 6ഓളം വർഷം, 5.25 വർഷത്തോളം. ഒരു ദിവസം തന്നെ 300-350 രൂപ കിട്ടും. കാരണം 5 എണ്ണമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു മാസത്തെ ശമ്പളം ഒരു ദിവസം ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ കൂടുതൽ. ഒരു മാസം 250 ഉള്ളൂ. അപ്പൊ പക്ഷെ ഞാൻ ഒരൊറ്റ പൈസ പോലും കളയില്ല, എല്ലാം സൂക്ഷിച്ചു വെക്കുക. എന്റെ മനസ്സിലൊരു ലക്ഷ്യം, എങ്ങനെ തുടങ്ങിയേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കലും പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതിനല്ല ഡെന്റൽ ലാബ് തുടങ്ങിയത്. ഡോക്ടേഴ്സ് ഒരുപടി സമയം ഈ ചെയർ സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്നു. പേഷ്യന്റ് ഇങ്ങനെ വായെല്ലാം തുറന്നു പിടിക്കുമ്പോൾ, അന്ന് എനിക്ക് പേരൊന്നും പറഞ്ഞുകൂടാ, ഇത് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്നാ ഈ ജോയിന്റിന്റെ പേര്. പേഷ്യന്റ് ഇവിടെ ഈ കൈക്കും കാലിനും ഒക്കെ നമുക്ക് വേദന വരുമ്പോൾ ഇവിടെ വേദന വരും, അവര് കഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, ഇതായിരുന്നു എന്റെ ചിന്ത. രാപകലില്ലാതെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഒറ്റ പൈസയും കളഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എൻ്റെ അമ്മയ്ക്ക് ഒരു മാല, ഈ താലി ഇങ്ങനെ ചരടില കെട്ടിയിട്ടിരുന്നത്. ഞാൻ 3 മാസത്തെ പൈസ കൂട്ടിവെച്ച് 1 പവന്റെ മാല മേടിച്ചു കൊടുത്തു. എൻ്റെ പിതാവിന് ഞാനൊരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഒരു ഷർട്ടും മേടിച്ചു കൊടുത്തു, ബോംബെയുടെ. അമ്മയ്ക്കൊരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. അമ്മയ്ക്കൊരു വെള്ളമുണ്ട് പോലും ഇല്ലായിരുന്നല്ലോ. വേറെ ഒറ്റ പൈസയും കളഞ്ഞില്ല, എല്ലാം കൂട്ടിവെച്ചു. അങ്ങനെ ഏതാണ്ട് 5.25 വർഷം 4.25 ലക്ഷം രൂപ സമ്പാദിച്ചു. ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് 36% പലിശയ്ക്ക് വായ്പ എടുത്തു. 36%. ഒരു 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന്, ഒന്നും ഞാൻ ഓർക്കുന്നുണ്ട് ആ സാറിന്റെ പേര്, മാത്യു സാറ്, ലോൺ തന്നു. ലോൺ എടുക്കാൻ നേരത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലോൺ എടുക്കാൻ ഞങ്ങളുടെ സ്ഥലത്തിന്റെ സർവേ നമ്പർ തെറ്റിക്കിടക്കുക. പക്ഷെ ഞാൻ തളർന്നില്ല. ഞാൻ അയലൊക്കത്ത് പോയി ചോദിച്ചു, വസ്തു തരാവോ ലോൺ എടുക്കാൻ വെക്കാൻ. ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് അവർക്ക് വിശ്വാസം, അവര് സ്ഥലം തന്നു. അമ്മയ്ക്ക് ആ മുണ്ടു കൊടുത്ത, അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ മുണ്ടു കൊടുത്ത മറിയാമ്മ ചേച്ചിയുടെ ഹസ്ബൻഡാണ് സ്ഥലം തന്ന ഒരാള് തൊട്ടടുത്തുള്ള വീട്ടിൽ 2 പേരുടെ സ്ഥലം മേടിച്ചു കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാനായിട്ട്. എന്തുകൊണ്ടോ അവർ വിശ്വസിച്ച് തന്നു. ഇന്ന് അവരുടെ മക്കളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ 15 ലക്ഷം രൂപ ലോൺ എടുത്തു. എല്ലാം കൂട്ടി 20 ലക്ഷം രൂപ ഭാഗം മുതൽ മുടക്കോട് കൂടിയാണ് ഡെൻകെയർ 88-ൽ കേവലം 6 ജോലിക്കാരെ വെച്ച് 290 സ്ക്വയർ ഫീറ്റിൽ ആരംഭിക്കുന്നത്. സാറിന്റെ ഈ ഒരു സ്റ്റോറി ഞങ്ങൾ ഇടപെടാവുന്നത് പോലും ഇത് അതിന്റെ ഇടയിൽ മുഷിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റോറി പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടായി. സാർ, ഞാൻ സാർ ഒരു ഓൺലൈൻ ഒരു മീഡിയക്ക് കൊടുത്തൊരു ഇന്റർവ്യൂല് സാർ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് സാറ് 4 ലക്ഷം രൂപ സാർ ഒരു 6 വർഷത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 5 ലക്ഷം സേവ് ചെയ്ത് 4.25 ലക്ഷം 5 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു എമൗണ്ടും പിന്നെ ബാക്കിയുള്ള ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു 40 ലക്ഷം രൂപയോളം 20 ലക്ഷം രൂപ 20 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്റ്റാർട്ട് ചെയ്ത മെഷീൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഫെയിലിയർ ആയി അത് എന്നുള്ളൊരു അത് അതിനല്ല, അത് വേറൊരു 50 ലക്ഷം രൂപ മുടക്കി വേറൊരു സെറാമിക് ടെക്നോളജി, ഓക്കെ സെറാമിക്, അത് ഓക്കെ പോർസിലിൻ പല്ല് ഉണ്ടാക്കാൻ ഓക്കെ നേരത്താ. ഓക്കെ സാർ. ഇതിൽ തന്നെ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഒരു ഫസ്റ്റ് യൂറേക്ക മൊമെന്റ് എപ്പോഴായിരിക്കും? ഓക്കെ, ഇത് വർക്ക് ആവും, ഈ ഒരു ഇത് പ്രൊഡക്റ്റ്. അതെ, ഇതാണ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴായിരിക്കും? അത് ഞാൻ ഒരു ക്ലിനിക്കിന്റെ പുറകിലാണ് ആദ്യമായിട്ട് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ആ 500 രൂപ റെന്റിന്. ആ ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ജോണേ, ആ ഡോക്ടറെ ചേട്ടനാണ് പറഞ്ഞത്, CM മാത്യു സാറ്. അദ്ദേഹമാണ് പറഞ്ഞത്, പ്രൊഫസർ CM മാത്യു. ഓക്കെ അദ്ദേഹമാണ് പറഞ്ഞത്, ജോണേ, ഈ സ്ഥലം എടുത്താൽ നല്ലതാണ്, അതിന്റെ പുറകിലുള്ള സ്ഥലമുള്ള ക്ലിനിക്കിനോട് ചേർന്നാണല്ലോ, അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്ന് എല്ലാം ചെയ്തു നോക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാലോ. ആ അങ്ങനെ ആ ക്ലിനിക്കിന്റെ ഉടമസ്ഥനാണ് ആദ്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ 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 ഓക്കെ. പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് ഫർദർ അങ്ങോട്ട് ഞങ്ങൾ അന്ന് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഒന്നുമില്ല, എല്ലാം മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. പബ്ലിസിറ്റി ആയിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടൂള്. സാർ എപ്പോഴാണ് തോന്നിയത്? ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞല്ലോ, ലൈക്ക് ഒരു ഡോക്ടേഴ്സിന്റെ പ്രശ്നം, പേഷ്യൻസിന്റെ പ്രശ്നം, ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തി, സോ ദിസ് ഇസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ആണ് ഇനി അങ്ങോട്ട് മാനുഫാക്ചർ ചെയ്യേണ്ടതെന്ന് എപ്പോഴാണ് തോന്നിയത്? ഈ 6 പേരുണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെ ആ ഒരു മൊമെന്റിലേക്ക് എത്താൻ പറ്റുമോ? അന്നേരം തുടങ്ങി, ഈ 2 പ്രോഡക്റ്റ് വെച്ച് തുടങ്ങി. ആ 2 പ്രോഡക്റ്റ് വെച്ച് തുടങ്ങി. Right. പിന്നീട് അങ്ങോട്ട് എനിക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറാമിക് ടെക്നോളജി 90ന്റെ ആരംഭത്തില് ഞാൻ ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലിച്ചൻസ്റ്റൈൻ Okay. സ്വിറ്റ്സർലൻഡിനടുത്ത്, അവിടെയാണ് സെറാമിക് ടെക്നോളജി പഠിക്കാൻ ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ അവിടെ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ പഠിപ്പിച്ച ഒരു ടെക്നീഷ്യൻ സാബിർ ഹിൽവെ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, Okay. മുഖം പോലും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഈ പല്ലുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവര് കൊടുക്കുന്ന പ്രാധാന്യം, ആ കൊടുത്ത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നമ്മുടെ ആളുകള്, ഞാൻ എൻ്റെ രാജ്യത്തെ ആളുകളെ, എൻ്റെ സഹോദരന്മാരെയും സഹോദരികളെയും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ, എങ്കിലും പറയട്ടെ, സത്യം പറഞ്ഞ് മനസ്സിലാക്കിയാലേ തിരുത്തുള്ളൂ. അതെ. നമ്മുടെ ആളുകളുടെ ചിന്താഗതി ഒരു 70-80% ശരിയായാൽ അത് മതി എന്നാണ്. എല്ലാവരുടെ അല്ല, അതെ. ബഹുഭൂരിപക്ഷ ആളുകളുടെ. എന്നാൽ അവര് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, യൂറോപ്യൻസ്, പ്രത്യേകിച്ച് ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അങ്ങനെയുള്ള ജർമ്മൻസൊക്കെ അതെ അതെ. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട്, ഒരു മില്ലിമീറ്ററിൽ പോലും അല്ല, ഒരു മൈക്രോ മില്ലിമീറ്ററിൽ പോലും ഒരു തെറ്റ് വരരുത്, ചെയ്യണത് അത്ര ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ള അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം, അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തുറപ്പിച്ചു. അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ? Okay. ഞങ്ങൾക്കത് എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ചെയ്തുകൂടാ? അതെന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. Yes. ഞാൻ ബിസിനസ്സുകാരോട് പറയാം, നാം പരമാവധി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, യാത്രകൾ ഒരിക്കലും മുടക്കരുത്. Yes. യാത്ര ചെയ്യാതിരിക്കുമ്പോൾ നാം കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് എല്ലാം, നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന്. എന്നാൽ നാം അനേകം കോൺഫറൻസുകൾ പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണു തുറക്കുന്നത്. നമ്മൾ ഏതുമല്ല, നമുക്ക് ഉയർന്നേ പറ്റുള്ളൂ, വളർന്നേ പറ്റുള്ളൂ, ലോകം നമുക്ക് മുമ്പേ ഓടിക്കഴിഞ്ഞു, അതിന് മുമ്പിൽ കയറി ഓടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും എന്നുള്ള ചിന്ത. അങ്ങനെ പിന്നീട് അനേകം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. ഏറ്റവും ഉയർന്ന മാർക്കോടെ ഞാൻ പാസ്സായി ശ്രീ ബാലാജി ഡെന്റൽ കോളേജിൽ. ദൈവം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാറ്റിനും ഒരു പോസിറ്റീവ് എനർജി, എന്ത് ചെയ്യാനും. സാർ, ഇത് സാറിന്റെ മാനുഫാക്ചറിങ് ഹബ്ബ് നിൽക്കുമ്പോഴാണ് ഈ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നതൊക്കെ? അതെ അതെ. ഓക്കെ. ആ സമയത്തൊക്കെ ആരാണ് ഇത് മാനേജ് ചെയ്തത്? ആ സമയത്ത് എൻ്റെ ചേട്ടനും അനുജനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് ഇന്നും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പിജു പൗലോസ്, അദ്ദേഹം തുടങ്ങിയ അന്ന് മുതൽ ഉള്ള ആളാണ്. ഇപ്പോഴും അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, 37 വർഷമായിട്ട്. വയനാട്ടുകാരനായിട്ടുള്ള അല്ല, ഈ നാട്ടിലുള്ള തന്നെയാണ്. ഞാന് ഈ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സിന് പോകുമ്പോൾ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പോയാൽ മതിയായിരുന്നു. അന്ന് എൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പേര് രാഘവേന്ദ്ര ജയേഷ് എന്നാണ്. അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും പിന്നീട് പ്രിൻസിപ്പലും ആയ ആള്. എന്നെ വലിയ സ്നേഹമായിരുന്നു. ആ ഒരു ദിവസം മാത്രം ആഴ്ച പോയച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടുന്ന് കാലത്ത് എയർ ഇന്ത്യക്ക് പോവും, വൈകുന്നേരം തിരികെ വരും. അങ്ങനെയാണ് ഞാൻ പോയി പഠിച്ചത്. എവിടെയായിരുന്നു സാർ ഇത്? ചെന്നൈയില്, ശ്രീ ബാലാജി ഡെന്റൽ കോളേജ്. ഓക്കെ സാർ, ഞാനൊരു ജേണൽ വായിച്ചാണ്. നമ്മൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്സിന് ഒരു 7 ഫേസ് ആയിട്ട് തിരിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. അത് ഫസ്റ്റ് ഒരു സീഡിങ് സ്റ്റേജ്, ഒരു ഐഡിയേഷൻ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ഒരു റൂട്ടിംഗ് സ്റ്റേജ് ആണ് ഉണ്ടാവുക, നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. പിന്നെ ഒരു സ്പ്രൗട്ടിംഗ് സ്റ്റേജ് ഉണ്ടാവും. ആ സമയത്താണ് ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് റവന്യൂ വരുന്ന ഒരു ഫേസ് വരുന്നത്. പിന്നെ അതിനൊരു ബ്ലോസം സ്റ്റേജ് ഉണ്ടാവും.
പിന്നെ ഒരു ബഡ്ഡിംഗ് സ്റ്റേജ് ഉണ്ടാവും, ബ്ലോസം സ്റ്റേജ് ഉണ്ടാവും, പിന്നെ ഒരു ഫ്ലവർ സ്റ്റേജ് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ട് സ്റ്റേജ് വരുന്നുണ്ട്. ഉം. നമ്മളൊരു ഈ ഫസ്റ്റത്തെ ഒരു 3-4 ഫേസസ് കഴിയുന്ന സമയത്ത്, അതായത് എക്സാക്ട്ലി ബ്ലോസം സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ടോട്ടൽ നമ്മളെ ക്യുമുലേറ്റീവ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇനീഷ്യലി ഇട്ടിരിക്കുന്ന ക്യാപിറ്റലിന് ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മളത് വിഡ്രോ ചെയ്യുന്ന ഒരു മൊമെന്റിലേക്ക് എത്തുമ്പോഴാണ് ആ ഫേസ് എത്തുന്നത് ആ പറയുന്നത്. ആ അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി സാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 20 lakhs ഉണ്ടല്ലോ, അത് ഏകദേശം എത്ര സമയം കൊണ്ട് സാറിന് വിഡ്രോ ചെയ്യാൻ പറ്റി? അങ്ങനെ വിഡ്രോ ചെയ്തിരുന്നോ അല്ല ഫെർദർ റീഇൻവെസ്റ്റ് ചെയ്യാണോ ചെയ്തത്? ഞാൻ ഒരിക്കലും കമ്പനിയിൽ നിന്ന് യഥാർത്ഥം പറഞ്ഞാൽ വിഡ്രോ ചെയ്തിട്ടില്ല. ഓക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളമായിരുന്നു. എല്ലാവരുടെ ശമ്പളം പോലെ തന്നെ ഞാനും ഒരു ശമ്പളം എടുത്തു. ഓക്കെ. ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും പണം വിഡ്രോ ചെയ്യരുതെന്ന് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഒരിക്കലും വിഡ്രോ ചെയ്തിട്ടില്ല, ഒരു പൈസ എടുത്തിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ലോണൊക്കെ എടുക്കുമ്പോൾ ഞാനൊരു 10% കൂട്ടിയെടുക്കും. ഓക്കെ. അഥവാ 10% ഞാൻ അതിൽ നിന്ന് എടുത്ത് ഭൂമി മേടിച്ചെടുക്കും. എന്നൊക്കെ വളരെ വില കുറവാണ് ഭൂമിക്ക്. ഓക്കെ. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഭൂമിക്കൊക്കെ വല്ലാതെ വില കൂടി. ധാരാളം ഭൂമിയൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എന്നും ഞാനൊരു ഡിസിപ്ലിൻഡ് വർക്കറായിരുന്നു. ഓക്കെ. അഥവാ ഒരു ഡിസിപ്ലിൻഡ് ഒരു ഓൺടർപ്രണർ ആയിരുന്നു. എൻ്റെ ഒരു ചിന്ത, ബിസിനസ് തുടങ്ങി അതെല്ലാം അതിൻ്റെ വേരെല്ലാം ഉറപ്പിച്ച് വളരെ സ്ട്രോങ് ആയി അതിൻ്റെ ബേസ് എല്ലാം ഭംഗിയായതിനു ശേഷം മാത്രമേ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് പണം എടുക്കാവുള്ളൂ. ഇത്രമാത്രം ബിസിനസ്സിൽ നിന്ന് ഉറച്ചതിന് ശേഷം, ബേസ് എല്ലാം റെഡി ആയതിനു ശേഷം, അതുവരെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുക. ശമ്പളം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പാർട്ട് എടുത്ത് വീട് പണിയാൻ പറ്റുവാണോ പണിതോളൂ, ലോൺ എടുത്ത് വീട് പണിയാം, കാറ് മേടിക്കാം, എല്ലാം ചെയ്യാം. ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും പണം വിഡ്രോ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നല്ല സ്റ്റേജിലാകുന്നോണ്ടും വരെ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ 25 വർഷം ബിസിനസ് തുടങ്ങി 25 വർഷം കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത്. ബിൽഡിംഗ് ഞാൻ ഉണ്ടാക്കി, ബിൽഡിംഗ് ഞങ്ങൾ പണിതു, ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാക്കി, ഓഫീസ് ബിൽഡിംഗ്, മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ഉണ്ടാക്കി. അത് 97 ഞങ്ങൾ പണി തുടങ്ങി സ്വന്തമായ സ്ഥലത്ത്. അതിനു മുമ്പ് അവിടെ വെറും 500 രൂപയ്ക്ക് 500 രൂപ വാടകയ്ക്ക് 290 സ്ക്വയർ ഫീറ്റ് സ്ഥലം എടുത്തോളൂ. പിന്നീട് അവിടെ നമ്മൾ ഏതാണ്ട് 20,000-ഓളം രൂപ വാടക കൊടുക്കാൻ പാകത്തിന് അത്രയും സ്ഥലം കൂട്ടി എടുത്തു. ഇതിന്റെ ഇടയ്ക്ക് സ്ഥലമെല്ലാം മേടിച്ചെല്ലാം റെഡിയാക്കി ഇട്ടു. ഈ സ്ഥലം ഇത് കേവലം 16,000 രൂപ സെന്റിന് മേടിച്ചതാ. ഇപ്പൊ ഇവിടെ 25 ലക്ഷം രൂപയൊക്കെ വിലയുണ്ട് സെന്റിന്. പിന്നീട് 97 ആയപ്പോഴത്തേക്കും ബിൽഡിംഗ് പണിതു. പിന്നീട് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ ജോലിക്ക് എടുത്തു. ഈ ജോലിക്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു ട്രെയിനിങ് സെന്ററിന്റെ ആവശ്യകത, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് പോലും ഇവിടെ ഇന്ത്യയിൽ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന അധികം സ്ഥാപനങ്ങളില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. നമ്മുടെ ഈ കേരളത്തിൽ ഒരു വർഷം ആകെപ്പാടെ 10-60 പേര് അത്രേ സീറ്റുള്ളൂ ഡെന്റൽ കോളേജുകളിൽ. പ്രൈവറ്റ് കോളേജുകളൊന്നും വളരെ ചുരുക്കം, പഠിപ്പിക്കുന്നേ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ ടെക്നോളജി, DIDT, അത് ഞങ്ങൾ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി. അവിടെ ആളുകളെ എടുക്കുന്നു, ഒരു വർഷത്തെ ട്രെയിനിങ് അവിടെ കൊടുക്കുന്നു, തിയറി എല്ലാം പഠിപ്പിക്കുന്നു. 3-4 മാസം കൊണ്ട് അവർക്ക് ടെസ്റ്റ് ഇടുന്നു, പരീക്ഷ നടത്തുന്നു, എല്ലാം കഴിഞ്ഞ് അവർ എക്സാമിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ, തിയറി പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പ്രാക്ടിക്കൽ തുടങ്ങുന്നു. പതിയെ തുടങ്ങി അത് ഏകദേശം ഒരു വർഷം എടുക്കും അവരൊന്ന് പ്രയോജനപ്രദമായി എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന സമയം. അങ്ങനെ ഞങ്ങൾ ആളുകളെ എടുക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് കൂടുതൽ ആളുകളെ എടുക്കാനിടവന്നത്. ശരിക്കും ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്ന് ഇപ്പൊ ഇത്രയും വലിയൊരു വിഷണറി ഓണ്ടർപ്രണർ ആയിട്ട് മാറിയിട്ടുള്ള വലിയൊരു യാത്ര. ഈ ഒരു യാത്രയിൽ തുടക്കകാലത്തൊക്കെ സാർ ഇപ്പൊ പറയണ്ടായി, സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, അച്ഛൻ ആ സമയത്ത് വീടുണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. എന്നിട്ട് പോലും സാർ ബിസിനസ് തുടങ്ങിയ സമയത്ത് നിന്ന് 20 വർഷങ്ങൾക്കോ 25 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുന്നത്. ആ സമയത്തൊക്കെയും തന്റെ ബിസിനസ് സ്കെയിൽ ചെയ്യാനാണ് സാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു സംരംഭകർ, നമ്മൾ ഒരുപാട് സംരംഭക മോഹികളായിട്ടുള്ള ആളുകൾ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകളുണ്ടാവും. അപ്പം സാറിന് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ബിസിനസ് സക്സസ്ഫുൾ ആണെന്ന് അവർക്ക് അറിയായിരിക്കും, പക്ഷെ അത് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഫിനാൻഷ്യലായിട്ടും പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരമായിട്ടൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് സ്കെയിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന സംരംഭകരുണ്ടാവും. അപ്പൊ സാർ ഈ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഒറ്റമുറിയിൽ നിന്ന് ഇത്രയും വലിയൊരു ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി, ഒരു സ്കെയിലബിലിറ്റി ഒക്കെ, ഇത്രയും വലിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയത് സാറിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ്? ഞാൻ അവരോട് പറയുകയാണെങ്കിൽ എപ്പോഴും ഏതൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോഴും നമ്മൾ വളരെ
ഫോക്കസോട് കൂടി മാത്രം എപ്പോഴും അതിനകത്ത് തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഉം. വ്യാപൃതമായിരിക്കണം. ഉം, ഉം. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഡെൻകെയർ ഈസ് മൈ ലൈഫ്. ഓ. ഞാൻ ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അണ്ടർസ്റ്റുഡ്. യെസ്. അപ്പൊ എൻ്റെ എല്ലാമാണ് ഡെൻകെയർ. ഉം, ഉം. അതുകൊണ്ട് എൻ്റെ മുഴുവൻ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. ആ, പല ബിസിനസ്സുകാരും തുടക്കത്തിലുള്ള ഉത്സാഹം അവർക്ക് പിന്നീട് ഉണ്ടാവില്ല. ഉം, ഉം. കുറച്ച് പണമൊക്കെ വന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി, പിന്നെ മറ്റ് പല കാര്യങ്ങളിലേക്ക്, പല എന്റർടൈൻമെന്റുകളിലേക്കും പല പല കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. ഉം, ഉം. അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഉം. എന്നും ഒരു ബിസിനസ്സുകാരൻ തുടങ്ങുമ്പോൾ അവൻ എന്ത് ഉത്സാഹം ഉണ്ടായിരുന്നു അതേ ഉത്സാഹം അവന്റെ ബിസിനസ് കഴിഞ്ഞ് അവൻ ബിസിനസ് തീർത്ത് അവൻ റിട്ടയർമെന്റ് എടുക്കുന്ന അന്ന് വരെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉം, ഉം. ഒന്നാമത്തെ കാര്യം. 2, എന്നും എനിക്ക് ലോകത്തിൽ ഒന്നാമതാകണം. ഉം. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എല്ലാം. പ്രത്യേകിച്ച് ക്വാളിറ്റി. ഉം, ഉം. യെസ്. ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും ഉം. അല്പം വില കൂടുതലാണെങ്കിലും നിശ്ചയമായിട്ടും വാങ്ങാൻ ആൾ വരുമെന്നുള്ളൊരു സംശയമില്ല. ഒരു പഴഞ്ചൊല്ല് പറയും, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി. എലി വയനാട്ടിൽ നിന്ന് വരും. ചുണ്ടലി. അത് സത്യമാണ്. ഉം, ഉം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉം. അത് വാങ്ങാൻ, പൈസ കൊടുത്ത് വാങ്ങാൻ ആള് വരും. ഉം, ഉം. ഏത് കാര്യത്തിനകത്തും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഉം. ശരിയാണ്, ഭൂരിഭാഗം ആളുകളും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉം. ക്വാളിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരല്ല. പൈസ. എന്നാൽ ഒരു ന്യൂനപക്ഷം ആളുകൾ ആ പൈസ ഇത്രയൊന്നും നോക്കാതെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉം, ഉം. ഡെൻകെയർ എന്നും തലയെടുപ്പോടെ ഉം. പിന്നെയും പിന്നെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ സാറിന്റെ കഥ പറയുന്ന സമയത്ത് പറയണ്ടായി, അമ്മ കൊണ്ടുവരുന്ന മൺചട്ടിയിലുള്ള ആ ഒരു ചോറിന് വേണ്ടി കൊതിച്ചു നിന്നിട്ടുണ്ടല്ലോ ഒരു ബാല്യം ഉണ്ടായിരുന്നു. അതെ. അത് നിന്ന് 250 രൂപ മാസ ശമ്പളമുള്ള ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമായിരുന്നു എന്ന് പറയണ്ടായി. അപ്പൊ പൈസയുടെ മൂല്യം അത്രത്തോളം അന്ന് അറിഞ്ഞിട്ടുള്ള ഒരു വളരെ കഷ്ടമുള്ള ഒരു തീർച്ചയായിട്ടും. ബാല്യമായിരുന്നു സാറിന് അതെ. ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇന്ന് 1000 crores ആയില്ലേ? ഇപ്പൊ 1000 കോടിക്ക് മുകളിൽ വാല്യൂ ആയിട്ടില്ലേ? വാല്യൂ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ വാല്യൂ 1500 കോടിയിലെത്തി. 1500 കോടി വാല്യൂ ഉള്ള ഒരു കമ്പനിയിൽ നിൽക്കുമ്പം അതിന്റെ ഒരു ഫൗണ്ടറായി നിൽക്കുന്ന സമയത്ത് വാട്ട് മണി മീൻസ് ടു യു? എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച്, അതായത് ഞാന് എൻ്റെ മനസ്സിൽ എന്തുമാത്രം പണം ഉണ്ടായാലും ഉം. എത്രമാത്രം ധനികനായാലും ഈ പണം വേണം ജീവിക്കാൻ. ഉം. പക്ഷേ പണം മനുഷ്യഹൃദയത്തിന് സമാധാനം തരില്ല. ഉം. പണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുടുംബജീവിതം ഭദ്രതയുള്ളതാകില്ല. ഇല്ല. പണം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉം, ഉം. പണം കൊടുത്ത് നമുക്ക് ജീവിത മൂല്യങ്ങൾ നേടിയെടുക്കാൻ. നേടിയെടുക്കാൻ പറ്റില്ല. ഉം. അതുകൊണ്ട് പണം വേണം ജീവിക്കാൻ. ഉം. പക്ഷെ ഞാൻ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. ആഹാ. പണം എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല ഈ സ്ഥാപനം. ഓ. ഇന്നും എൻ്റെ മനസ്സിൽ പണത്തോട് ആർത്തിയില്ല, ഉം, ഉം. ഒരിക്കലും. അതുകൊണ്ട് ഞാൻ ബിസിനസ് അഗ്രസീവായിട്ട് ചെയ്യുന്നില്ലെന്നല്ല, ഉം, ഉം. തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഒരു ദിവസം ഞാൻ എല്ലാം വിട്ടുപിരിഞ്ഞിട്ട് ഇവിടുന്ന് അക്കരെ നാട്ടിലേക്ക് പോകും. ഉം. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനിടയായാൽ, ഉം, ഉം, ഉം. ആരുടെയെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കാനിടയായാൽ, ഉം, ഉം. ആരെങ്കിലും ഒരു രോഗിക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കാനിടയായാൽ, അതിനൊരിക്കലും പബ്ലിസിറ്റി കൊടുക്കാറില്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. അറിയരുതെന്നാണ് ബൈബിള് പറയണത്. ഉം. അതുകൊണ്ട് ആരോടും പറയാതെ രഹസ്യമായിട്ട് ഉം. പല രീതിയിൽ അനേകരെ സഹായിക്കാൻ ദൈവം എനിക്ക് അതിന് അവസരം തരുന്നു. ഉം, ഉം, ഉം. അതുകൊണ്ട് തീർച്ചയായിട്ടും പണം കൂടുന്തോറും ആ പണത്തിലുള്ള ആശ്രയം വിട്ടിട്ട് ഉം. മനുഷ്യനെന്നും വിനയം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉം, ഉം, ഉം. അത് പറയുമ്പോൾ ഞാൻ മേരി ബെനിജ്ഞ എന്ന് പറഞ്ഞ ഒരു കവയിത്രി പാടി ഏതാനും ലൈനുകൾ പാടുന്നത് എനിക്കിഷ്ടമാണ്. ഷുവർ. അതായത് അവര് പാടി, നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതാ. ആഹാ. ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, ഉം. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഉം, ഉം.
എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നാം അക്കരെ നാട്ടിലേക്ക് പോകണം. Right. പിന്നെയും കവയിത്രി പാടുകയാണ്, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. പിന്നെ എങ്കിൽ ഈ നമുക്ക് എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ഉം. ഒരു ദിവസം നാമും കടന്നുപോയി. എത്ര കടന്നു. പ്രസിദ്ധനായ സോളമൻ ചക്രവർത്തിയും സീസർ ചക്രവർത്തിയും ഹോമർ കവിയും എല്ലാം കടന്നുപോയി. അതുകൊണ്ട് നമ്മളും ഒരു ദിവസം കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് കവയത്രി പാടി അവസാനിപ്പിക്കുകയാണ്, ഇഹത്തിലെ ധനം സുഖം യശസ്സും അഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്ന് താൻ വരുത്തിടും മഹത്തരം പ്രയോജനം പരത്തിലുമെന്ന്. ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. ഇന്ന് ഞാൻ കഞ്ഞി കുടിക്കാൻ മാർഗമുണ്ട് എനിക്ക്. നാളെ ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വരേണ്ടി വന്നേക്കാം. അതൊരു സത്യമായ യാഥാർത്ഥ്യമാണ്. ഞാനത് 2020 അനുഭവിച്ച മനുഷ്യനാണ്. 50 ഏക്കർ 60 ഏക്കറോളം സ്ഥലമുണ്ട് എനിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. ഈ കമ്പനി ഇന്ന് 1500 കോടി മൂല്യമുള്ള കമ്പനിയാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. വീട് ടൗണിന്റെ നടുക്ക്, ഈ സ്ഥാപനത്തിന് നേരെ എതിർവശത്ത് 2 ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു സൈക്കിൾ മേടിക്കാൻ കൊതിച്ച് ഞങ്ങൾക്ക് 100ഓളം വാഹനങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. അന്നും അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അന്ന് കോവിഡ് വന്ന് കൊറോണ വന്ന് 2020 മാർച്ച് മാസം 17-ാം തീയതി ഡെൻകെയർ ക്ലോസ് ചെയ്യുമ്പോൾ അന്ന് 18.5 കോടി രൂപ ഫീൽഡിൽ കിട്ടാനുണ്ട്. ഒരു മാസം ശമ്പളം കൊടുക്കാൻ അന്ന് 7.5 കോടി രൂപയോളം വേണം. ഞാന് വളരെ വലഞ്ഞു. ആദ്യത്തെ ഒരു മാസം ശമ്പളം കേണപേക്ഷിച്ച് പലരോടും ചോദിച്ച് ഡോക്ടേഴ്സ് തന്നു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ക്രൗൺസ് പ്രോഡക്ട്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവിടെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല. പേഷ്യൻസ് പലരും പല്ലില്ലാതെയും പല്ല് വെക്കാതെയും വിദേശത്തേക്കും പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറി. പിന്നെ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ആവുകയില്ല. ആകെ വലഞ്ഞുപോയ കാലം. ഞാന് പിന്നീട് ഏതാണ്ട് 28 കോടി രൂപ ലോൺ എടുക്കേണ്ടി വന്നു. ഈ സമയത്ത് ഈ 2022. സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ഒരു വരുമാനം ഒന്നുമില്ല. ബാങ്കിൽ ഒരിക്കലും പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊരു പക്ഷേ പറഞ്ഞാൽ അതിശയോക്തി എന്ന് തോന്നും. ഇത്രയും ഒരു വലിയ സ്ഥാപനം, 7.5 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കരയേണ്ട വന്നെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഭാര്യയും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞ കാലങ്ങളായിരുന്നു. ചിലർ അവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അറ്റൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളും വാടകയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ വിളിക്കും, സാറേ ഒരു 2000 രൂപ ഇട്ട് തരാമോ? 2000 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ സങ്കടപ്പെട്ടു പോയ കാലമായിരുന്നു. എല്ലാം തീർന്നെന്ന് വിചാരിച്ച കാലമായിരുന്നു. ഞാൻ വീടടക്കം എല്ലാം വിറ്റോളാൻ പറഞ്ഞു. എൻ്റെ കോബ്രതോട് ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോടും എൻ്റെ ചേട്ടനോടും കൂടെ ഞാൻ പറഞ്ഞു. അവർ വിളിച്ചു വരുത്തി വീട്ടിൽ. ഞാൻ താമസിക്കുന്ന വീട് ബിൽഡിങ് 15,000 സ്ക്വയർ ഫീറ്റാണ്. വീടിന്റെ മുകളിൽ ഞങ്ങൾ താമസിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ അടിയിൽ ഞങ്ങൾ ബോർഡ് റൂം ഉണ്ട്, ഞങ്ങൾക്ക് 1-2 ഹാളുണ്ട്, കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. നല്ല വില കൂടിയ സ്ഥലം ആയതുകൊണ്ട് എല്ലാം വിറ്റോളാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും സ്ഥാപനം നിലനിർത്തുക എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാന നിമിഷത്തിൽ സ്ഥാപനം പോലും കൈവിട്ട് പോകുമോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ അന്ന് ഞാൻ ഏത് വിധേനയും എനിക്ക് ഉയരണം എന്നുള്ള ചിന്ത, തളരാൻ ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ രാപകലില്ലാതെ പഴയതുപോലെ തന്നെ, ഇത്രയും തൊട്ടടുത്ത്, കേവലം ഒരു 200 മീറ്റർ അപ്പുറയാ വീടെങ്കിലും ഞാൻ വീട്ടിൽ പോകാതിരുന്ന സമയമുണ്ട്. കാലത്തെ ഓടിപ്പോയി കുളിച്ചിട്ട് വരും. ആ സമയത്ത് രാവും പകലും ഇവിടെ ഇരുന്ന് ജോലി ചെയ്തു, അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. എന്താ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒന്നും കാര്യം പറയല്ല. ദൈവം അത്ഭുതകരമായി ഫീനിക്സ് പക്ഷിയെ പോലെ എല്ലാം തീർന്ന് ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ 2020 ശേഷം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് സത്യം. പഴയതിനേക്കാൾ മനോഹരമായിട്ട് എല്ലാം പോകുന്നു. എല്ലാം ഭംഗിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ദൈവം സഹായിച്ചു. 30ഓളം ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ. അതുപോലെ തന്നെ എല്ലാം ഇന്നിപ്പോ ഞാൻ അങ്ങ് മാറ്റപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡെൻകെയറിനെ സംബന്ധിച്ച് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല. ഞാനില്ലെങ്കിലും
ഈ സ്ഥാപനം എല്ലാം ഭംഗിയായിട്ട് ഇന്നത്തെ പോകുന്ന പോലെ തന്നെ പോകും. പ്രണീത് പോയിക്കോ. കാരണം മുഴുവൻ സിസ്റ്റം ഡ്രിവൻ ആക്കി. എല്ലാം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട്, സിഇഒ ഉണ്ട്. സിഇഒയുടെ അണ്ടറിലെല്ലാം 23ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുണ്ട്. ഏതാണ്ട് 300ഓളം മാനേജർമാരുണ്ട്. എല്ലാവരും കൂടെ എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം പോകുന്നു. സോ കുറച്ച് നമ്മൾ സാറിന്റെ ബിസിനസിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ മീൻ ഉം. ഡെന്റൽ റിലേറ്റഡ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് ഒരുപാട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ടൈപ്പ് ഓഫ് ഇത് നിന്നിരുന്ന പ്രോസസ്സസ് നിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് 450ഓളം Products. പ്രോഡക്ട്സ് ഡെൻ കെയർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ട്രെൻഡുകൾ എന്തൊക്കെയായിരിക്കും ഡെന്റൽ കെയർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ഞങ്ങൾ തുടങ്ങുമ്പോൾ കേവലം 2 പ്രോഡക്ട്സ് വെച്ചാണ് തുടങ്ങിയത്. അതെ. ഇന്ന് 450ഓളം പ്രോഡക്ട്സ് ഉണ്ട്. യെസ്. ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പല്ലൊക്കെ കമ്പി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കട്ടയും കമ്പിയൊക്കെ ഉം. വെച്ച് ഉം. ആ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഡെൻകെയർ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞ് ഒരു അലൈനർ പല്ലെല്ലാം അലൈൻ ചെയ്യാനായിട്ട് യെസ്. ക്യാഡ് അതെ അതെ. ക്യാം ടെക്നോളജി വന്നു. അതുപോലെ തന്നെ AI വെച്ചിട്ടുള്ള ഡിസൈനിങ് സംവിധാനങ്ങൾ വന്നു. ആർട്ടിഫിഷ്യൽ അതെ ഇന്റലിജൻസ് അതെ. എന്തിനു പറയുന്നു, ആ കാലങ്ങളിലെല്ലാം ഇങ്ങനെ ഇംപ്രഷൻ എടുക്കാനായിട്ട് ട്രേക്കകത്ത് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ആൾജിനേറ്റ് മെറ്റീരിയൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ പേഷ്യന്റ് മൗത്തിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് അപ്പുറം ലോവർ ട്രേ ഉണ്ടായിരുന്നു. ആ ജോയ്ക്ക് അനുസൃതമായി ട്രേ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് അങ്ങനെയായിരുന്നു ഇംപ്രഷൻ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് കാലങ്ങളെല്ലാം മാറി. ഇന്ന് ഇൻട്രാവറൽ ക്യാമറ വന്നു. ജസ്റ്റ് 1.5 മിനിറ്റും കൊണ്ട് മുഴുവൻ മൗത്തിന്റെയും ഇംപ്രഷൻ എടുക്കാൻ കഴിയും. യെസ് യെസ്. അതിപ്പോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്ന് എടുത്താലും ഏതാണ്ട് 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ മാക്സിമം 5 മിനിറ്റിനുള്ളിൽ ഇവിടെ STL ഫയലായിട്ട് നമുക്കിവിടെ സ്വീകരിക്കാൻ കഴിയും. 1 മണിക്കൂറിനുള്ളിൽ അത് പ്രിന്റ് ചെയ്യാനായിട്ട് മോഡലായിട്ട് പ്രിന്റ് ചെയ്ത് നമുക്ക് മുമ്പിൽ കിട്ടും. ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. ഞാൻ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഏതെല്ലാം ടെക്നോളജി വളർന്നു വരുന്നോ അതിനനുസൃതമായിട്ട് നാമും കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തിയേ മാറ്റം പറ്റുള്ളൂ. വരും. എന്തെല്ലാം ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഞങ്ങൾ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും മുന്നിൽ ഓടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കാലങ്ങൾ മാറി വരുന്നതനുസരിച്ച് ജോലിക്കാർക്ക് കൂടുതൽ ജോലിക്കാരെ ഇപ്പൊ ഇവിടെ ഉള്ള ജോലിക്കാരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൺവെൻഷണൽ മെത്തേഡിലാണ് മോഡൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. യെസ്. ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ എല്ലാം മാറ്റി ഞങ്ങൾ ഡിസൈനിങ്ങിലേക്ക് മാറ്റി മുഴുവൻ കമ്പ്യൂട്ടറിൽ മോഡൽ ബിൽഡപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി എല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെല്ലാം പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നോ അതെല്ലാം ഏറ്റവും ആദ്യം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഏറ്റവും മുന്നിൽ ഓടാൻ നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്തില്ലെങ്കിൽ നാം പിന്നിലായി പോകും. ഏറ്റവും മുന്നിൽ അങ്ങനെ കുതിച്ചു പായാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇപ്പം ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ IPOനെ അപ്രോച്ച് ചെയ്യാൻ പോവാ. പ്രൈവറ്റ് ഇക്വിറ്റി അതെ അതെ അതെ. IPO പിന്നെ ഉള്ളൂ. IPO 2030-32 കാലഘട്ടങ്ങളിലേ വരുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോവുകയാണ്. ഓക്കെ. ഞങ്ങളുടെ കമ്പനിയുടെ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. അതിനകത്ത് ഡെൻകെയർ ഉണ്ട്, പിന്നെ നെസ്മെഡി കോർപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഞങ്ങൾക്ക് 2 കമ്പനിയുണ്ട്. നെസ്മെഡി കോർപ്പിനകത്താണ് ഞങ്ങളുടെ R&D അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇപ്പോൾ ഞങ്ങൾ അത് വേറൊരു സെപ്പറേറ്റ് സ്ഥാപനമാണ്. അത് എൻ്റെ വേറൊരു മോൻ നോക്കിക്കോളും എന്നുള്ള ചിന്തയിലാണ് ഞാൻ. എനിക്ക് 4 മക്കളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഡെൻകെയർ മാത്രം ഡെൻകെയറിന്റെ 10% ഞങ്ങൾ മെർജ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോകാനായിട്ട് PEക്ക് പോകാനായിട്ട് അതിന്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നടന്നു. ഏതാണ്ട് അതിന്റെ ഒരു ഫൈനലൈസേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ എന്തുകൊണ്ടാണ് IPO പോകാതെ പ്രൈവറ്റിക്ക്? എന്തുകൊണ്ടാണ് സാർ നേരെ IPOക്ക് പോകാത്തത്? IPOക്ക് സാർ പോകാത്തത് PEയിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നുള്ള? ഞാൻ IPOക്ക് ഡയറക്റ്റ് പോയാൽ പലരും IPOക്ക് പോയി ഒരു വിറ്റ് കാശ് മേടിക്കുക എന്നുള്ള അവരുടെ ചിന്ത. എന്നാൽ എനിക്കറിയില്ല, എനിക്കത് കൃത്യം അതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല പറയണേ. ഓക്കെ. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഡെൻകെയർ എനിക്ക് വിൽക്കാൻ പരിപാടിയില്ല. എൻ്റെ മക്കൾ 4 പേരുണ്ട്. അവർ ഇതിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തരാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. മൂത്ത മോൻ ഡെന്റിസ്റ്റ് ആണ്. രണ്ടാമത്തെ മോനാണ് ഇപ്പൊ ഇവിടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ അവൻ ഇന്റർനാഷണൽ മാർക്കറ്റ് അതിന്റെ UK USA അവനാണ് നോക്കണേ. മൂന്നാമത്തെ മോനാണെങ്കിൽ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. 4ാമത്തെ ആളും ഡെന്റിസ്ട്രിക്ക് പോകാൻ തന്നെയാണ് അവന്റെയും പരിപാടി. അപ്പൊ ഈ തലമുറ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. IPOക്ക് പോവുക, കുറച്ച് പണം മേടിച്ച് എങ്ങനെയാണ് വിൽക്കുക എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഗ്രോത്തിന്, ഇന്ത്യയിലെ
ഇനി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പണം മറ്റേ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോയി പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഞങ്ങൾക്ക് ഗ്രോത്തിന് ഡെവലപ്മെന്റിനുള്ള പണം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, പണം ഉണ്ടായിക്കോളും. അതേസമയം ഫോറിനിൽ, അതായത് USA ഞങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് അക്വിസിഷൻ ഒക്കെ ആവശ്യമാണ്. കുറച്ച് ചെറിയ ചെറിയ ഡെന്റൽ ലാബുകൾ കുറേ എണ്ണം വാങ്ങിക്കണം. അതാണ് ഇപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോകാൻ കാരണം. അതുകൊണ്ട് ഡയറക്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റിക്ക് IPOക്ക് പോകാന്ന് പറഞ്ഞാൽ മിനിമം 25% എങ്കിലും കൊടുക്കണം. ഇപ്പൊ എനിക്ക് അങ്ങനെ 25% കൊടുക്കാനുള്ള താല്പര്യമില്ല, ആവശ്യവുമില്ല. ഒരു 10% മെർജ് ചെയ്യുക, ആ വരുന്ന ഫണ്ട് വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് 2031-32 കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഒരു 5-6 വർഷത്തിന് ശേഷം കമ്പനി എന്നാണോ 5000 കോടിയിലേക്ക് എത്തുന്നത്, 5000 കോടി വാല്യൂവിൽ എത്തുന്നത് മിനിമം, ആ സമയത്ത് IPOക്ക് പോകാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, റൈറ്റ്. നമ്മൾ റീസെന്റ് പാസ്റ്റിൽ ഇന്ത്യൻസ് സെലിബ്രേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് സെറോദ സ്റ്റോക്ക് ബ്രോക്കറിംഗ് ഫേം. അപ്പോൾ അവര് റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത കമ്പനിയായിരുന്നു. ഒരു ഫണ്ട് പോലും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. പിന്നെ ഫാമിലി ഓൺഡ് ബിസിനസ് ആയിരുന്നു. 2 ബ്രദേഴ്സ് ആയിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ, കേരളീയർ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് ഡെൻകെയർ. കാരണം ഇവിടെ സെയിം സ്റ്റോറി തന്നെയാണ്. നിങ്ങൾ ഫാമിലി ഓൺഡ് ആണ്, കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്, ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അത് സാറ് ഇനീഷ്യലി തന്നെ അങ്ങനെ തീരുമാനിച്ചിരുന്നു, അതായത് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നമുക്ക് വേണ്ട, പുറത്തുനിന്നുള്ള ഒരു ഫണ്ട് നമ്മൾ എടുക്കുന്നില്ല, നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്തത് ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്നൊന്നും പൈസക്ക് വേറെ ആവശ്യമില്ല. ആദ്യം തുടങ്ങിയ സമയത്തെല്ലാം നല്ല പ്രോഫിറ്റ് ആയിരുന്നു, പൈസ ആവശ്യത്തിനുണ്ട്. ഫർദർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒന്നിനും പൈസക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് സ്വത്തുണ്ട്, ആസ്തിയുണ്ട്, ആവശ്യത്തിന് ഭൂമി അങ്ങനെയുള്ള എല്ലാം മേടിച്ചിട്ടു. പിന്നെ ബിൽഡിംഗ് ഉണ്ട് സ്വന്തമായിട്ട്. പിന്നെ വിവിധ സ്ഥലങ്ങളിലെല്ലാം സ്ഥലങ്ങളുണ്ട്. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലാണ്. അതുപോലെ ബാംഗ്ലൂർ സ്ഥലമുണ്ട് എയർപോർട്ടിന്റെ അടുത്ത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ഥലമെല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഇത് കൊടുത്തിട്ട് ഒരു 10% കൊടുത്തിട്ട് പ്രത്യേകിച്ച് ആവശ്യമുണ്ടെന്നും തോന്നിയില്ല. ഈ അടുത്ത സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നേ, ഇങ്ങനെ നിന്നാ പോരാ, ആരെങ്കിലും ആളുകളും കൂടെ വന്നാൽ, ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴാണ് അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും നമുക്ക് വളരാനുള്ള അവസരങ്ങൾ ഒന്നോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും അതുപോലെ പുറത്തുനിന്ന് കമ്പനിയുടെ ഇപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് അവർ ഏതെങ്കിലും ഒബ്സർവേഴ്സോ അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റേ ഡയറക്ടേഴ്സോ വരുമ്പോൾ അവർ ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിലുണ്ടാവും. അവർ ക്രിയാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കും. അത് നമുക്ക് വളരാനൊരു പ്രചോദനമാകും. അപ്പൊ ആ ഒരു മനസ്സോടുകൂടി അങ്ങനെ നല്ല കാര്യപ്രാപ്തിയുള്ള ഇൻവെസ്റ്റേഴ്സ് വരുന്നത് എപ്പോഴും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ റീസെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ ഇട വന്നത്. പക്ഷെ ഈ 36 വർഷത്തെ ദൂരം എടുക്കില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരു റീതിങ്ക് വന്നിട്ടുണ്ടോ? 37 വർഷം 37 വർഷം അന്ന് മുന്നേ തന്നെ ഏതെങ്കിലും ഫണ്ട് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ 36 വർഷം എടുത്ത സക്സസ് 20 വർഷം കൊണ്ട് എത്തിയാനെ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ചിന്തയില് ഒരു 2015-16 കാലഘട്ടത്തിൽ അന്ന് 800 കോടി വാല്യൂ ഉണ്ടായിരുന്നു ഈ കമ്പനിക്ക്. അന്ന് ഞാനൊരു 10% കൊടുത്ത് ഒരു 80 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഡെൻകെയർ ഒരു മിനിമം ഒരു 3000 crore വാല്യൂ ഉള്ള കമ്പനിയായി മാറിയേനെ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അന്ന് ഞാനതൊന്നും ചിന്തിച്ചില്ല. എന്തിനാ കൊടുക്കണേ, പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള കാര്യം. അപ്പൊ അത് ശരിക്കും നമ്മള് മലയാളികളായ ബിസിനസ്സുകാർക്കുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മള് നമ്മളുടെ ഇക്വിറ്റി ഷെൽ ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പലർക്കും അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. അയ്യോ, ഞങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീക്രട്ട് എല്ലാം പോവുലോ, നമ്മുടെ പ്രൈവസി പോവുലോ, നമുക്ക് എന്തെങ്കിലും ദോഷം വരൂലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടല്ല, എന്തുകൊണ്ടും അങ്ങനെ ഈ റൂട്ടിൽ അങ്ങനെ ചിന്തിച്ചില്ല. അന്ന് അത്ര അറിവ് കുറവായിരുന്നു എന്നുള്ള പറയുമായിരിക്കും ഏറ്റവും ശരി. പിന്നീട് പലരും എൻ്റെ കൂട്ടുകാർ മീൻസ് ബിസിനസ്സിലുള്ള ചില എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാര് അവര് പോയപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ വന്നു. അപ്പൊ അങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാനും അത് മാറ്റി ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു 1.5 കൊല്ലം മുമ്പ് ചിന്തിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 7 മാസം മുമ്പാണ്
ആ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് വന്നത്. വന്നത്. ഓക്കെ. അതേപോലെ തന്നെ സർ ഇത് സാറിന്റെ ബിസിനസ് ഇപ്പോഴും ഫാമിലി ഓൺഡ് ആണല്ലോ. അതെ. അപ്പൊ അതും ഇപ്പൊ ഞാൻ വെബ്സൈറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ടോപ്പ് ലെവൽ സി ലെവൽ ആയിട്ടുള്ള ആളുകളൊക്കെ സാറിന്റെ റിലേറ്റീവ്സും മക്കളും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അതും വാണ്ടഡ്ലി അങ്ങനെ പ്ലേസ് ചെയ്തതാണോ? അല്ല ലൈക്ക് ഒരിക്കലും അല്ല. തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ ചേട്ടനും അനുജനും കൂടെയുണ്ട്. എൻ്റെ ഭാര്യയും ചേട്ടൻ്റെ ഭാര്യയും അനുജൻ്റെ ഭാര്യയും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരും ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് ജോലി, അവരെല്ലാം ചെയ്യാൻ എല്ലാം ടെക്നീഷ്യൻസ് ആണ്, മിടുക്കരാണ്, നല്ലപോലെ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അവരെല്ലാം ഏറ്റവും ഉത്തരവാദിത്തത്തോടെ എന്നെപ്പോലെ തന്നെ അത്രമാത്രം കമ്പനിയിൽ അവർ ഡെഡിക്കേറ്റഡ് ആണ്, അവർ കമ്മിറ്റഡ് ആണ്. ഞങ്ങൾ ഒറ്റ മനിയായിട്ട് പോകുന്നു. ഞങ്ങൾ ചേട്ടനും അനുജനും ഞാനും ഒരു ഹൃദയമാണ്. മൂന്ന് വ്യക്തിത്വങ്ങളാണ്. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുള്ള പല സ്റ്റോറികളെന്ന് വെച്ചാൽ ഫാമിലീസ് വരുന്ന സമയത്താണ് ഉള്ളിൽ പല ക്ലാഷുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് ഇഷ്യൂസ് ആകുന്നത്. സാർ ഇപ്പോൾ 37 വർഷത്തോളം ഇത് ഒരു പ്രശ്നമില്ലാതെ റൺ ചെയ്തു കൊണ്ടുവന്ന എന്താണ് അതിന്റെ സീക്രട്ട്? അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഈ കമ്പനിക്കകത്ത് ഒരിക്കലും റിലേഷൻഷിപ്പ് നോക്കില്ല. ഓക്കെ. ഗേറ്റിന് പുറത്ത് ഞങ്ങൾ ബ്രദേഴ്സാണ്. ഗേറ്റിന്റെ അകത്ത് വരുമ്പോൾ ഞാൻ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. എൻ്റെ ചേട്ടനൊരു ഡയറക്ടറാണ്. 2 അനിയൻ ഡയറക്ടറാണ്. പക്ഷേ അകത്ത് കയറി എൻ്റെ സ്വന്തത്തിൽപ്പെട്ട അനേകർ ഈ സ്ഥാപനത്തിനകത്തുണ്ട്. പക്ഷേ ഞാൻ പുറത്ത് വെച്ച് അവർക്ക് ഏത് സഹായവും എങ്ങനെ വേണമെങ്കിലും ചെയ്യും. എല്ലാ കാര്യത്തിനകത്തും എൻ്റെ ബന്ധുക്കളാണ്. ഞാൻ തോളെ കയറിയിട്ടുണ്ട് നടക്കും. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ വേറൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജോലിയുടെ സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് ജോലിക്കാർ. അതങ്ങനെയാണ്. അങ്ങനെ ഒരു ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നത്. ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം ഡെൻകെയർ ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബിസിനസ് ടു കസ്റ്റമേഴ്സ് B2Bയും B2Cയും ഒരുപോലെ ചെയ്യുന്ന ഒരു കമ്പനിയല്ലേ? B2B എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ഡെന്റിസ്റ്റിനെ കൊടുക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനീഷ്യൻസ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഡെന്റൽ കോളേജുകൾ, അതുപോലെ അങ്ങനെയുള്ള ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീൻസ് കോളേജ്, അങ്ങനെയൊക്കെ ഉള്ളൂ, മെഡിക്കൽ കോളേജുകൾ. ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങള് നേരെ ഡോക്ടേഴ്സ് ആണല്ലോ. ഞങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ചെയ്യാൻ പറ്റും, അലൈനറൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഡോക്ടേഴ്സിനെ കൺസൾട്ടന്റ് ആയിട്ട് വെച്ച്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഞങ്ങളുടെ ഡെന്റിസ്റ്റ് അവരില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ട് അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഒരിക്കലും ചെയ്യരുതെന്നാണ് എന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പൊ ഞങ്ങളായിട്ട് വേണമെങ്കിൽ ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാം, ചെയിൻ ഓഫ് ക്ലിനിക്ക് വേണമെങ്കിൽ എനിക്ക് തുടങ്ങാം. അതിന് ഒത്തിരി പേര് എന്നെ അപ്രോച്ച് ചെയ്തതാണ്. പക്ഷെ നാളുകളായിട്ട് ഞങ്ങൾക്ക് വർക്ക് തരികയും ഞങ്ങളുടെ വളർച്ചയിൽ തുടക്കം മുതൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തവരെ ഡോക്ടേഴ്സ്, അവർക്ക് കോമ്പറ്റീഷൻ വരത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നോർമലി ഈ ഒരു ബിസിനസ് സക്സസ് ആയ സ്ഥിതിക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാനാണല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇന്ന് വരെ. ചിന്തിച്ചാൽ അത് സക്സസ്ഫുൾ ആവില്ല എന്നുള്ളത് കൊണ്ടല്ല. അത് ഒരിക്കലും ഞങ്ങളുടെ ഡോക്ടേഴ്സിനും ജീവിക്കണമല്ലോ. ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കണേ. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞ മാതിരി ഡോക്ടേഴ്സിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളില്ലെങ്കിലും വേറെ ഡെന്റൽ ലാബുകളുണ്ട്, ഡോക്ടേഴ്സിന് അവർക്ക് അവിടെ വർക്ക് ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ തുടക്കം മുതൽ കൈപിടിച്ച് വളർത്തുകയും ചെയ്തതായ ഒരുപടി കസ്റ്റമേഴ്സ്, തുടക്കം മുതൽ ഞങ്ങളുടെ ഉയർച്ചയിൽ ഞങ്ങളുടെ വെൽവിഷേഴ്സ് ആയിട്ട് നിൽക്കുന്ന അനേകം കസ്റ്റമേഴ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും പ്രയാസം വരുത്തുകയും ചെയ്യരുത്. തന്നെയല്ല, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. സാർ, ഇപ്പം ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം 37 വർഷത്തോളമായി ഈ ഒരു യാത്ര തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തല്ല, പൊതുവേ പറയുകയാണെങ്കിലും ഹെൽത്ത് കെയർ നീഷിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മുടെ ലീഗൽ പരമായിട്ടുള്ള ഓരോ റെസ്ട്രിക്ഷൻസ്. ഇപ്പം HIPAA പോലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷനും പിന്നെ നമ്മുടെ മെഡിക്കൽ ഡിവൈസ് സർട്ടിഫിക്കേഷൻ ഒക്കെ ആവശ്യമുണ്ട്. ഈ വർഷത്തിലുള്ള ഇത്രയും കാലയളവിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടോ സ്ഥാപനത്തിന്? ഏത് സർട്ടിഫിക്കേഷനും ഞാൻ സ്വാഗതം ചെയ്യുന്ന മനുഷ്യനാണ്. വേൾഡില് ISO, ഈ ഡെന്റൽ ലാബുകളിൽ ISO കൊണ്ടുവന്നതിൽ 2ാം സ്ഥാനത്താണ് ഞങ്ങൾ.
ഞാൻ എന്നും അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നതിനകത്ത് പ്രതിജ്ഞാബദ്ധനാണ്. സർട്ടിഫിക്കേഷൻ മീൻസ് ഏതെങ്കിലും കുറച്ച് പണം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നുള്ളതല്ല, സിസ്റ്റംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ISO കൊണ്ടുവന്നാൽ ISO പണം കൊടുത്ത് കിട്ടുന്ന ISO ഉണ്ട്. ഞങ്ങൾ അങ്ങനെ പണം കൊടുത്തല്ല ISO ഒരിക്കലും വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ISOയുടെ ഓഡിറ്റേഴ്സ് ഇവിടെ വരുമ്പോൾ അവരെ പേഴ്സണലായിട്ട് കാണും. എന്തെല്ലാം കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടോ, അത് നിങ്ങൾ ഫ്രാങ്ക് ആയിട്ട് എല്ലാം തുറന്നടിച്ച് പറയണം. ഞങ്ങളുടെ എംപ്ലോയീസിനോട് പറയണം, മാനേജ്മെന്റ് മീറ്റിംഗിൽ പറയണം എന്നെല്ലാം പറയാറുണ്ട്. എന്തെല്ലാം ചേഞ്ചസ് വരുത്തണോ ആ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമ്മൾ ഒരു പടി ഉയരുന്നത്. ഇപ്പൊ CDSCO സർട്ടിഫിക്കേഷൻ ഗവൺമെന്റ് നിർബന്ധമാക്കി. അത് ഞങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങളത് എടുത്തു. ഇന്നിപ്പോ വിരലിലെണ്ണാൻ പാകത്തിന് പോലും ഡെന്റൽ ലാബുകളിൽ CDSCO സർട്ടിഫിക്കേഷൻ ഇല്ല ഇന്ത്യ മഹാരാജ്യത്ത്. ആകെ 10 പേർക്ക് പോലും ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സിസ്റ്റംസും പുതിയ പുതിയ നോംസും എല്ലാം കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി ഗ്ലോബലി നോക്കുമ്പോൾ വളരുന്നത്, സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്നത്. ഏത് ഒരു സാഹചര്യത്തിൽ വെച്ചും പല്ലുണ്ടാക്കാം. പക്ഷെ ഇത് പേഷ്യന്റെ മൗത്തിൽ വെക്കേണ്ട, പേഷ്യന്റെ ആരോഗ്യത്തിന് ഒരിക്കലും ദോഷം വരാത്ത രീതിയിൽ തീർച്ചയായിട്ടും പല്ലുണ്ടാക്കേണ്ടതാണ്. എന്നാൽ എത്രയോ ഹീനമായ, കണ്ടാൽ വളരെ ദയനീയത തോന്നുന്ന സാഹചര്യങ്ങളിലും ആളുകൾ പല്ലുണ്ടാക്കി വെക്കുന്നു. ഈവൻ കോയിൻ ഒരുക്കി പല്ലുണ്ടാക്കുന്ന ആളുകളുണ്ട്. കോയിൻ അങ്ങനെ പോലും ഉണ്ട്. ഞാനൊരിക്കലും ഡെന്റിസ്ട്രിയെ താഴ്ത്തി കാണിക്കുകയല്ല, പക്ഷെ പലർക്കും യാതൊരു എത്തിക്സും ഇല്ലാതെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം സാധനങ്ങൾ. ഇപ്പൊ ഈ അലൈനർ എന്ന് പറയുന്ന സംഭവം തന്നെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് ചൈനയിൽ നിന്ന് മേടിച്ച് അത് കട്ട് ചെയ്ത് അത് ഷീറ്റാക്കി, സിമ്പിളായിട്ട് പ്ലാസ്റ്റിക് ആണ്, കാണുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഇരിക്കും. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാരണവശാലും അനുവദിക്കില്ല. മുഴുവൻ ഷീറ്റും നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഷീറ്റാണ്. അത് ഏറ്റവും മനുഷ്യ ശരീരത്തിന് ഏതെങ്കിലും ഇതിലൊരു ഹാനികരമാകുന്ന ഒരു റോ മെറ്റീരിയൽ ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ഇനി മരണം വരെ ഉപയോഗിക്കുകയില്ല. ഡെന്റൽ ഇത് സിർക്കോണിയം ഓക്സൈഡ് റേഡിയേഷനുള്ള ഒരു ഇതുണ്ട്. റേഡിയേഷനുള്ള റേഡിയേഷനുള്ള സിർക്കോണിയം ഓക്സൈഡ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ സിർക്കോണിയം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അനേകർ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഒന്നും നോക്കാതെ ആ കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്നു. ഞങ്ങളുടെ റോ മെറ്റീരിയലും അവരുടെയും തമ്മിൽ എത്രയോ വലിയ അന്തരമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ ഒരുക്കമല്ല. ഞങ്ങളുടെ ഡെൻകെയർ സിർക്കോണിയം മുഴുവനും മനുഷ്യ ശരീരത്തിന് ഒരിക്കലും ഹാനികരമല്ലാത്ത റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. തോസോ ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിർക്കോണിയം ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. തോസോ ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ഞങ്ങൾ ഇന്ന് വരെ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും അത് മാറ്റി ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഓരോന്നും, കൊബാൾട്ട് ക്രോം, അങ്ങനെ ഓരോ റോ മെറ്റീരിയലും, ഈ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അലൈനർ, അത് 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെയർ ചെയ്യേണ്ടതാണ്. അതിന് ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ സാധുക്കളായ പേഷ്യൻസ് മനസ്സിലാക്കില്ല. അത് ഇത് ലീച്ചിങ് ഒക്കെ വന്ന് ശരിക്കും അൾസർ പോലെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ പോലും പര്യാപ്തമായതാണ് നിലവാരം കുറഞ്ഞ റോ മെറ്റീരിയൽസ്. സാധുക്കളായ മനുഷ്യർ അതൊന്നും അറിയില്ല. അതുപോലെ ഏത് കാര്യത്തിനകത്ത് ഇപ്പൊ മൗണ്ടിങ് മെഷീൻ ഉണ്ട്, ആർട്ടിക്കുലേറ്റർ എന്ന് പറയും. അതെല്ലാം 1000 രൂപയുടെ ആർട്ടിക്കുലേറ്റർ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ അമാൻ ഗിർബാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 66,000 രൂപ വിലയുള്ളത്. അതിനകത്ത് ഈ മൂവ്മെന്റ്സ് എല്ലാം, ഇങ്ങനെ ഒരു മൂവ്മെന്റ് അല്ല, എല്ലാ മൂവ്മെന്റും, ഈ പ്രൊട്രൂസീവ് മൂവ്മെന്റ്, റിട്രൂസീവ് മൂവ്മെന്റ്, ബൈലാറ്ററൽ മൂവ്മെന്റ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പടി മാത്രമല്ല ഉള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പല്ല് വെച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ആളുകൾക്ക് അതിന് ഹൈ പോയിന്റ് ഉണ്ടെങ്കിൽ തലവേദന വരാം, മാറാത്ത തലവേദന, ബാക്ക് പെയിൻ ഉണ്ടാവാം. ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏത് കാര്യവും ഞാൻ ഇവരോട് എല്ലാം പറയാറുണ്ട്, എല്ലാ എംപ്ലോയീസിനോടും, ദൈവത്തിനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കും? നമുക്ക് തരുന്ന പേഷ്യൻ, നമ്മൾ 100 കണക്കിന് 1000 റൗണ്ട്സ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നു. സാധുക്കളായ പേഷ്യൻസ്, അവർ പണം കുറഞ്ഞു വരാന്നുള്ള രീതിയിലല്ല ഞാൻ സാധുക്കൾ എന്ന് പറഞ്ഞത്. അവർ പണം കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്കൊരു പ്രയാസം വരത്തക്കതിൽ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ ഇവരോട് അപേക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ടാ പോണേ, ഏതെങ്കിലും കുറ്റങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ മനസ്സറിഞ്ഞ് ഞാനൊരു കാര്യം അങ്ങനെ കണ്ടാൽ
ഒരിക്കലും അത് അനുവദിക്കില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ 5-6ഓളം സിറ്റികളിൽ ഇപ്പം ഡെൻ കെയറിന് സ്ഥാപനങ്ങളായി. അതേപോലെ തന്നെ വിദേശത്തും പല രാജ്യങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് R&D നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് എപ്പോഴും ഈ ഒരു ബിസിനസ്സിൽ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്നത്? ഞങ്ങൾ ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഉം. ഞാൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആഹാ. ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം ഞങ്ങൾക്ക് അടച്ചിടേണ്ടതായിട്ട് വന്നു. ഓക്കെ. അതുപോലെ ഞങ്ങൾ കുറേ ക്ലയൻസ് കഷ്ടപ്പെടേണ്ടി വന്നു, കുറേ ക്ലയൻസ് നഷ്ടപ്പെട്ടു, കുറേ പേഷ്യൻസിന് പല്ല് വെക്കാതെ തന്നെ രാജ്യം വിടേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങ് ദൂരെയുള്ള ഡോക്ടേഴ്സ്, ആസാമിൽ, ജമ്മു കാശ്മീർ, ഡൽഹി. അപ്പോൾ അതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തുറക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഡൽഹിയിലൊരു യൂണിറ്റ് തുടങ്ങിക്കൂടാ? ഓക്കെ. അങ്ങനെയാണ് 2018 ആദ്യമായിട്ട് ഡൽഹിയിൽ യൂണിറ്റ് തുടങ്ങുന്നത്. ഉം. പിന്നെ അങ്ങനെ ഡൽഹിയായി, മുംബൈ ആയി, പിന്നീട് ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്തു, കൊൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തു, ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ജനുവരി മാസം 9-ാം തീയതി ചെന്നൈയിൽ യൂണിറ്റ് സാർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 2018 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 7 വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു എക്സ്പാൻഷൻ പെട്ടെന്ന് അതെ, പോസിബിൾ ആയത്? പെട്ടെന്ന് ഈ എക്സ്പാൻഷൻ മീൻസ് ഒരിക്കലും ഇതുപോലത്തെ ഒരു സ്ഥാപനം അവിടെ ഇനി ഒരിക്കലും എൻ്റെ ആയുസിൽ തുടങ്ങാൻ പറ്റില്ല. അത്രമാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒറ്റ മെഷീൻ തന്നെ 4.25 കോടി രൂപ വിലയുള്ള 4.25-5 കോടി രൂപ വിലയുള്ള ലേസർ സിൻഡറിങ് മെഷീൻ ഉണ്ട്. അങ്ങനെ 5 മെഷീൻ ഉണ്ട്. ഓക്കെ. 3 മെഷീൻ ഒരേ ടൈപ്പും വേറെ 2 മെഷീൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെഷീനാണ്. മാർജിൻസ് ഒക്കെ അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന മെഷീനാണ്. സാർ ഇത് കസ്റ്റം ഇതൊന്നും അവിടെ ഡിസൈൻഡ് ആണ്? ഈ മെഷീൻസ് ഒക്കെ കസ്റ്റം ഡിസൈൻഡ് ആണോ? അല്ല, ഓൾറെഡി അതെല്ലാം ഉള്ളതാണ്. ഉള്ളതാണ്. എല്ലാം ഉള്ളതാണ്, ഓക്കെ. മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ. ഓക്കെ. പക്ഷേ എല്ലാത്തിൻ്റെയും മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലാണ്. എല്ലാം ജർമ്മനിയിലാണ് ആദ്യം എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം സാറ്റലൈറ്റ് യൂണിറ്റ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഞങ്ങൾ 450 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ കേവലം 10 പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ. ഇന്നെടുത്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 2 ഡേയ്സിനുള്ളിൽ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ആസാമിൽ ഒരു പേഷ്യന്റ് കേസ് എടുത്തു, അത് 2 ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഡിജിറ്റൽ ഡെന്റിസ്ട്രി വളർന്നെങ്കിൽ പോലും ഇവിടുന്ന് അവിടം വരെ എത്തിക്കാന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷനുള്ള സമയം ഡിലേ. അതുമൂലം ചില ക്ലയൻസ് ഒക്കെ നഷ്ടപ്പെടുന്നു, അവർക്ക് സങ്കടം വരുന്നു. മാത്രമല്ല ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കറക്ഷൻ ചെയ്യണം. ഇപ്പൊ ഒരു കറക്ഷൻ യൂണിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ അത് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ ചില കളറുകൾ 10-40 കൂടുതൽ കളറുകളുണ്ട്, ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണം. അവിടെ യൂണിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ കൊണ്ടു കൊടുക്കുകയും അന്ന് തന്നെ 2 മണിക്കൂറിനുള്ളിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പൊ കറക്ഷൻ യൂണിറ്റ്സും അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടതെല്ലാം അതായത് സ്ഥലങ്ങളിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി അത്രയും ഒരു 10 പ്രോഡക്റ്റ് മാത്രമേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UK-യിലും USA-യിലും UAE-യിലും എല്ലാം നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. എല്ലായിടത്തും ആ ഒരു എക്സ്പെൻസ് എങ്ങനെയായിരുന്നു ഇന്ത്യക്ക് പുറത്തേക്ക്? ഇന്ത്യക്ക് പുറത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് UAE-യിലാണ്. ദുബായിൽ. UAE-യിൽ അവിടെ അബുദാബിയിൽ ഒരു ഡെന്റൽ ലാബ് വാങ്ങിച്ചു. ഒരു ഡോക്ടർ ഒരു ഡെന്റൽ ലാബ് വാങ്ങിച്ചു, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത് അന്ന് തുടങ്ങിയത്. കോവിഡ് വന്നപ്പോൾ അവിടെ അടച്ചു, അത് മാറ്റേണ്ട വന്നു. എന്നിട്ട് UAE-യിലേക്ക് മാറ്റി ഇപ്പൊ ഇന്റർനാഷണൽ സിറ്റിയിൽ ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ USA-യിൽ പിന്നീട് അവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അതൊരു ഡെന്റൽ ലാബ്, വളരെ പ്രായമായ ഒരു മനുഷ്യൻ ഡെന്റൽ ലാബ് വിൽക്കാനിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുക ചെയ്തത്. UK-യിൽ പിന്നീട് തുടങ്ങി. UK-യിൽ എൻ്റെ 2ാമത്തെ മോനാണ് അവിടെ 6-7 വർഷം നടത്തിക്കൊണ്ടിരുന്നത്, 5 വർഷത്തിന് മുകളിലായിട്ട്. അങ്ങനെ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ തുടങ്ങി, പിന്നെയാണ് ഉടന്നു വരാനിടയായത്. R&Dയുടെ കാര്യം അങ്ങ് ചോദിച്ചല്ലോ. R&D എനിക്കെന്നും R&D ഏറ്റവും നല്ല പ്രോഡക്ട്സ്, നമ്മൾ എല്ലാ റോ മെറ്റീരിയൽസും, അതുപോലെ തന്നെ ഡെന്റിസ്റ്റിന് വേണ്ട റോ മെറ്റീരിയൽസ്, പല്ല് ഫില്ല് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ RCTക്ക് വേണ്ടതായിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനുള്ളത്, അങ്ങനെയുള്ള എല്ലാ കൺസ്യൂമബിൾസും വിദേശത്തു നിന്നാണ് നമ്മൾ അവരെ ആശ്രയിക്കുക മാത്രമേ നമുക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചിന്തിച്ചു നമുക്കിവിടെ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് 2017 മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഞങ്ങളുടെ R&D കോടിക്കണക്കിന് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. R&D എല്ലാം നല്ല പുതിയ ഒരു 30ഓളം പ്രോഡക്ട്സ്, ഡെന്റൽ പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെന്റിസ്റ്റിന് വേണ്ടതായിട്ടുള്ള പ്രോഡക്ട്സുകൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ 3D പ്രിന്റർ ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അവര്
സമർത്ഥരായ ആളുകൾ, ഉം. ഏറ്റവും 3D പ്രിന്റർ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ള 3D പ്രിന്റർ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ R&D നമ്മൾ എന്തോരം പണം മുടക്കിയെന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഉം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് അത് ആവശ്യമാണ്. Yes, yes. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ അതെ, ഒന്നും നമുക്ക് ഒരു കമ്പനി ശരിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അതെ. അതുകൊണ്ട് തീർച്ചയായിട്ടും R&Dക്ക് വേണ്ടി ഫണ്ടുകൾ മുടക്കുന്നു. 10-30ഓളം പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉം. 50 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉം. ആ ഡെവലപ്പ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും നമുക്ക് മാർക്കറ്റിൽ ലോകോത്തര നിലവാരമുള്ള മറ്റേ പ്രോഡക്ട്സ് ആണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പേറ്റന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും സർ? പേറ്റന്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. പേറ്റന്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല. ആഹാ. നിലവാരം നോക്കുമ്പോൾ അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഒക്കെ പ്രോഡക്റ്റിന്റെ ഉം. അതിനും മുകളിൽ നിൽക്കുന്ന അതേ നിലവാരമുള്ള ഉം. പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഡോക്ടേഴ്സിന് കൊടുത്ത് ഉം. അവരെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉം. വളരെ സംതൃപ്തരായിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉം. പറയുക. അത്ര നല്ല ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കോവിഡ് വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പ്രയാസം നേരിട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ 10 പണ്ടേ അതെല്ലാം ചെയ്തു പോയത്. ചെയ്തു പോയത്. ഓക്കെ. സർ, ഓവറോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഓവറോൾ ഡെന്റൽ പ്രോസസ്സസ് ഇൻഡസ്ട്രിയിൽ ഡെൻ കെയറിന്റെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡെൻ കെയർ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രീനെ ട്രാൻസ്ഫോം ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും അത് എന്നൊരു ആൻസർ പറയാം? ഞാൻ ഒരു പൊങ്ങച്ചം പറയുകയായിട്ട് തോന്നരുത്, എങ്കിലും ഒരിക്കലും പറയാം. ഈ ഡെന്റൽ ലാബിന്റെ ഇന്ത്യയിലെ തലതൊട്ടിപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഉം. ഉം, 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 ഉം. ആ ഒരു കൺസെപ്റ്റ് മാറ്റിയെടുത്തത് ഉം. ഡെൻ കെയർ ആണ്. ഓക്കെ. മുൻകാലങ്ങളിൽ 80കളിലെല്ലാം അഥവാ 80-85 കാലഘട്ടങ്ങളിലെല്ലാം ഡെന്റൽ ലാബും ഡെന്റൽ ഡോക്ടേഴ്സും തമ്മിൽ പറഞ്ഞാൽ ഡെന്റൽ ഡോക്ടേഴ്സ് വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരും ഉം. ഡെന്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അവരൊരു കന്നുകാലിത്തൊഴുത്തിൽ കിടന്നുറങ്ങുന്നവർ, ആ ഒരു രീതിയിലുള്ള പരിഗണന ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. എന്നാൽ ഡെൻ കെയർ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ഡെന്റിസ്ട്രി എന്താണെന്ന് നമ്മുടെ ആ ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം, ഡെന്റിസ്ട്രിയിൽ എന്തെല്ലാം ഒരു ഡെന്റൽ ലാബും ഡെന്റൽ ഡോക്ടേഴ്സും തമ്മിലുള്ള ഉം. ആ വൈകാരികമായ ബന്ധത്തിന്റെ ആവശ്യകത എന്താണ്, ഉം. എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ഡെന്റൽ ലാബ് എന്ന് അറിയത്തക്ക രീതിയിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആകമാനമായി പറഞ്ഞാൽ ഡെന്റൽ ലാബിന്റെ ആ ഒരു നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്, ഡെൻ കെയറിന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായും അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. Yes. ഇന്ന് ഡെന്റൽ ലാബ് എന്ന് പറയുമ്പോൾ അതിനൊരു മാന്യതയുള്ള ജോലിയാണ്. ഓക്കെ. സമൂഹത്തിലൊരു അറിയപ്പെടുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഡെന്റൽ ലാബ്. ഓക്കെ. അനേകം 10,000-കണക്കിന് ഡെന്റൽ ലാബുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഏറ്റവും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഡെന്റൽ ലാബുകൾ. ഓക്കെ. ചിലരെല്ലാം വളരെ നിലവാരം കുറഞ്ഞ തൽക്കാലത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും പുതിയ പുതിയ സ്ഥാപനങ്ങൾ ധാരാളം തുടങ്ങുകയും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നിർത്തിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതെ. എങ്കിലും എനിക്ക് ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഡെന്റിസ്ട്രിയിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന അഥവാ അതിന് ആരംഭം കുറിച്ച ഒരു സ്ഥാപനമാണ് ഡെൻ കെയർ. ശരിക്കും പഠിക്കുന്ന സമയത്ത് എല്ലാ പരീക്ഷയ്ക്കും പരാജയപ്പെട്ട് അപകർഷതാബോധത്തോടെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ സാറ് പറഞ്ഞു പല പ്രോഡക്ട്സും ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തുടക്കകാലത്ത് തൊട്ട് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അന്ന സമയത്ത് ലാംഗ്വേജ് ഒക്കെ വലിയൊരു തടസ്സമില്ലായിരുന്നു. തുടക്കകാലത്ത് ഒന്നും ഇമ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നു. പല ഏജൻസിനെയും നമ്മൾ ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ഏജൻസിനെ നാം ഡിപ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തു നിന്നും, പ്രത്യേകിച്ച് ജർമ്മനി അങ്ങനെയുള്ള ജർമ്മനി, ജപ്പാൻ, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ, ചിലതെല്ലാം അമേരിക്കയിൽ നിന്ന്, അങ്ങനെയെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഡെൻ കെയറിന്റെ ഒരു 95% റോ മെറ്റീരിയൽസ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതിനെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം. അതുപോലെ തന്നെ വിദേശത്തേക്ക് അവരെ അയച്ച് ഓരോ കോൺഫറൻസിനും അവരെ അയക്കും. അപ്പോൾ മറ്റേ ഏജൻസിയൊക്കെ ആയിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും, പിന്നെ പിൻകാലത്ത് 10-20 വർഷം മുമ്പ് തന്നെ 20-25 വർഷം മുമ്പ് തന്നെ ഇമ്പോർട്ട് ലൈസൻസ് എടുത്തു, അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു.
അതൊന്നും അത്ര പ്രയാസമുള്ള കാര്യങ്ങളൊന്നും അല്ല അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, തുടക്കകാലത്ത് സാർ ജർമ്മനിയിൽ പോയിട്ടുള്ള ഒരു കഥ ഞാനന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കകാലത്ത് അന്ന് ജർമ്മനിയിൽ പോകുമ്പോൾ 90s അന്ന് ജർമ്മനിയിൽ പോകുമ്പോൾ അവിടെ അനേകർക്ക് അത് ജർമ്മൻ ഭാഷ മാത്രമേ അറിയാവുള്ളൂ. ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് വരെ പോകാൻ 25,000 രൂപ മതി. അവിടെ നിന്ന് പിന്നെ ടാക്സി പോകണമെങ്കിൽ 5,000 രൂപ വേണം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ. ട്രെയിനിന് പോകണമെങ്കിൽ 500 രൂപ മതി. ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നു. ഞാൻ വിചാരിച്ചു ഈ സ്ഥലത്തിന്റെ പേരൊക്കെ പറയും, പ്ലാറ്റ്ഫോം നമ്പറും പറയും. അങ്ങനെയാണല്ലോ ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ. ഇവര് പ്ലാറ്റ്ഫോം നമ്പർ പറയുന്നത് ജർമ്മൻ ഭാഷയിൽ തന്നെയാണ്. ഞാൻ പലരോട് ചോദിച്ചു, ഇംഗ്ലീഷ് എനിക്ക് അറിയാവുന്ന രീതിയിൽ മുക്കി മൂളിയൊക്കെ ഇംഗ്ലീഷ് ചോദിച്ചു. വലിയ ഫ്ലുവൻ്റ് അല്ല ഇംഗ്ലീഷിൽ. ഞാൻ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട് എത്രയോ ഭേദം ഇംഗ്ലീഷിന്. അന്നത്തെ കാലത്ത് അനേകർക്ക് ഇംഗ്ലീഷ് വശമില്ല, അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ്. ഞാൻ ചോദിച്ചു, ഞാൻ നടന്നു വലഞ്ഞതല്ലാതെ ഞാനവിടെ പരാജയപ്പെട്ട് വീണ്ടും ടാക്സി വിളിച്ച് തന്നെ പോകേണ്ടതായിട്ട് വന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. പക്ഷെ പോയ സമയത്ത് ഞാൻ ഒരു കാര്യം ആലോചിച്ചു, ചിന്തിച്ചു. 100 വരെ ഒന്ന് എണ്ണാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. അങ്ങനെ ഞാൻ എണ്ണാൻ പഠിച്ചു. ടാക്സിക്കാരനോട് ചോദിച്ചു, ഇതെന്താണ്? എയിൻസ്. അദ്ദേഹം പറഞ്ഞു, എയിൻസ്, സ്വൈ, ദ്രൈ, ഫിയർ, ഫിൻഫ്, സെക്സ്, സീബൻ, ഓക്സ്, നൈൻ, സെയിൻ, എൽഫ്, സൊൽഫ്, ദ്രൈസൻ, ഫിയസൻ, ഫിൻസൻ, സെക്സൻ, സീപ്സൻ, ഓക്സൻ, നൈൻസൻ, സ്വാൻസിക്. 20. പിന്നെ അവര് നമ്മൾ പറയും പോലല്ല, എയിനുണ്ട് സ്വാൻസിക്, സ്വൈ ഉണ്ട് സ്വാൻസിക്, ദ്രൈ ഉണ്ട് സ്വാൻസിക്, ഫിയർ ഉണ്ട് സ്വാൻസിക്, ഫിൻഫ് ഉണ്ട് സ്വാൻസിക്, സെക്സ് ഉണ്ട് സ്വാൻസിക്, സീബൻ ഉണ്ട് സ്വാൻസിക്, ഓക്ട് ഉണ്ട് സ്വാൻസിക്, നോയിൻ ഉണ്ട് സ്വാൻസിക്, ദ്രൈസിക് 30, ഫിയർസിക്, ഫിൻസിക്, സെക്സിക്, സീപ്സിക്, ഓക്സിക്, നോയിൻസിക്, ഫോണ്ടേർട്ട്. 100 വരെ എണ്ണാൻ പഠിച്ചു. ടെക്നിക്കർ ഓഫ് കൗഫ്മാൻ. ഞാനൊരു ടെക്നീഷ്യനാണ്, ഞാനൊരു ബിസിനസ്സുകാരനും കൂടെയാണെന്ന് പറയാൻ പഠിച്ചു. ഇതിനൊന്നും സാർ ഒരു കോച്ചിങ് എടുത്തില്ല? കോച്ചിങ് എടുക്കേണ്ട ആവശ്യം പഠിക്കണമെങ്കിൽ കോച്ചിങ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഫ്ലുവൻ്റ് ആയിട്ട് മിണ്ടാൻ പറ്റുമല്ലോ. ഇനി അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് മിണ്ടാൻ അറിയില്ല. ടാക്സിക്കാരനോട് ചോദിച്ചു, ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചോദിക്കും, എന്താണ് 1, 2, 3 മലയാളത്തിൽ എഴുതിയെടുക്കും ഞാൻ അവര് പറയണത്. ഗൂറ്റൻ മോർഗെന്നും ഗൂറ്റൻ മോർഗൻ, ഗുഡ് മോർണിംഗ്, ഗൂറ്റൻ ടാഗ് ഗുഡ് ഡേ, ഗൂറ്റേ നൈറ്റ് ഗുഡ് നൈറ്റ്. ഇതെല്ലാം നമുക്ക് പറയാവുന്നതുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ട്രെയിൻ സ്റ്റേഷൻ, ടെക്നിക്കർ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ജർമ്മനിലാണ് ജനിച്ചെങ്കിൽ ഞാൻ ജർമ്മൻ ഭാഷ നല്ലപോലെ സംസാരിക്കുമായിരുന്നു. മലയാളിയായി പോയി കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ മലയാള ഭാഷ നന്നായിട്ട് സംസാരിക്കുന്നു. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഡൽഹിയിലായിരുന്നെങ്കിലോ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചേനെ. കുറെ കാലം നമ്മളവിടെ പോയി നിന്ന് ഇതെല്ലാം ഇടപെടുകയും കഴിയുമ്പോൾ നമുക്ക് ആവശ്യമെന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ നാം എന്തിനും ഏതിനും തയ്യാറാവും. നാം കൂടിയേ കഴിയൂ എന്നുള്ള നിർബന്ധം വരിക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ലോ ആണ്, ഭയങ്കര ഹൈ ആണെന്നുള്ളതും 90% ലേഡീസാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറും ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഞാൻ 1-2 കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താം. ഒന്ന്, ഏതാണ്ട് 80% വനിതാ ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് വരെ ഈ കഴിഞ്ഞ 37 വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹർത്താലിന് പോലും അടച്ചിടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടില്ല. പലരും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കുറ്റം പറയുമെങ്കിലും എനിക്ക് ആരും ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ചുരുക്കം ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മറ്റേ രാഷ്ട്രീയക്കാര് അങ്ങനെ കരുതി കൂട്ടിയൊന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇലക്ഷന്റെ സമയമൊക്കെ ആകുമ്പോൾ അവർ വരും, ചെറിയ തോതിലെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഇന്നത് തന്നെ ഒന്നും ആരും പറയാറില്ല. കൊടുക്കും, ചെറിയ തോതിലൊക്കെ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ പൊതുവെ എനിക്ക് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ മനുഷ്യർ വളരെ നല്ല ആളുകളാണ്. പലരും പറയും കേരളം ബിസിനസ്സിന് പറ്റിയ മണ്ണല്ല, വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല, കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങി വിജയിക്കാൻ പറ്റില്ല. അത് വെറും വൃഥാ വാക്കുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും എന്നോട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്താലും പറയാനുള്ളൂ. കാരണം എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ കഴിയുള്ളൂ.
മറ്റുള്ളവരെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. യെസ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എംപ്ലോയീസ്, ഉം. ഞങ്ങളുടെ ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വത്താണ് ഞങ്ങളുടെ. ഉം. അവരിതൊരു ഡെൻകെയർ ഫാമിലി ആയിട്ട് കരുതുന്നു, ഒരു കുടുംബം പോലെ കരുതുന്നു. ഉം. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഉം. ആത്മാർത്ഥതയുള്ള ആളുകൾ, എന്നേക്കാൾ ആത്മാർത്ഥതയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ്. ഓ. അത്ര നല്ല ആളുകൾ. ഒരുപക്ഷെ അതിന്റെ കാരണം ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതായിരിക്കും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും പലരും അങ്ങോട്ട് അവരെ ബഹുമാനിക്കാൻ വൈമുഖ്യമുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അവരെ ബഹുമാനിക്കാൻ ഒരു പ്രധാന കാരണം, ഞാൻ ഒരാൾ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കും, ശരി. അവരില്ലാതെ എനിക്ക് വളരാൻ കഴിയുമോ? അതെ. അപ്പോൾ ഞാൻ അവരെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്, അവരെന്നെയല്ല. അതെ, അതെ. ഈ ചിന്ത. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അവരെ ബഹുമാനിച്ചേ പറ്റുകയുള്ളൂ. എൻകെയറിന് വളരണമെങ്കിൽ അവരില്ലാതെ വളരാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. ശരിയാണ്, ആളുകൾ പറയും ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന്. ചിത്രം എഴുതാൻ ആളില്ലെങ്കിൽ ചുമരുണ്ടായിട്ട് എന്ത് കാര്യം? അതെ. എന്റെ ചിന്താഗതി അങ്ങനെയാണ്. യെസ്. അതുകൊണ്ട് ഞാൻ അവർ റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാവരെയും തുല്യരായി കരുതുന്നു, ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സിഇഒയ്ക്കും പിയൂണിനും അല്ലെങ്കിൽ അറ്റൻഡർക്കും അസിസ്റ്റൻസിനും ഏത് നിലവാരത്തിലുള്ള ജോലിക്കാർക്കും ഒരേ സമയത്ത് ഒരേപോലെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ക്യാൻറ്റീനിൽ ആര് ചെന്ന് കഴിഞ്ഞാലും ഞാൻ ചെന്നാലും ഭക്ഷണം എടുത്ത് കഴിക്കാം, കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കണം. എനിക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം, ക്യൂവിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റുള്ളൂ ആരാണെങ്കിലും. ഡോക്ടർമാർക്കൊരു പ്രത്യേക ക്യൂ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക നിലവാരത്തിലുള്ള ജോലിക്കാർക്ക് GMസിന് അല്ലെങ്കിൽ AGMസിന് അല്ലെങ്കിൽ മാനേജർമാർക്കൊരു പ്രത്യേക ക്യൂ ഇല്ല. എല്ലാവർക്കും ഒരേ ക്യൂ ഉള്ളൂ. കാരണം എല്ലാവരെയും ഒരുപോലെ ഞാൻ കരുതുന്നു. എല്ലാവരും മനുഷ്യരാണ്. യെസ്. എന്റെ സാഹചര്യം വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റി, നാളെ ഞാൻ ആകില്ല എന്ന് പറയാൻ പറ്റില്ല. മാളികാമുകളിലിരിക്കുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, അതെ. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നാളെ ചിലപ്പോൾ ഞാൻ ആരുടെ മുമ്പിലും വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരണമെന്നോ അല്ലെങ്കിൽ ജോലി തരണമെന്നോ ചോദിച്ച് നിൽക്കേണ്ടി വന്നേക്കാം. അതെ. അതുകൊണ്ട് ഒന്നിലും അങ്ങനെ ഒന്നിലും ഒരു ഒരു പ്രത്യേക ഒരു വിഭാഗ ഗണങ്ങളായി, ഒരു വർഗമായി അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും മനുഷ്യരാണ്. അവിടെ എല്ലാവരും ഒരിക്കൽ കളർ വ്യത്യാസം കാണും, ഷേപ്പ് വ്യത്യാസം കാണും, പക്ഷെ ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ചു. എല്ലാവരും നമ്മൾ മനുഷ്യരാണ്. ആ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞേക്കണേ ശ്രീനാരായണ ഗുരു പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. ഒരു ജാതി, ഇവിടെ ഞങ്ങൾ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന പരിപാടിയോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തു വിശ്വാസിയാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ആരാണ്, ഏതാണ് ഒരു ജാതി? മനുഷ്യജാതി. ഒരു മതം, മനുഷ്യമതം. ഒരു ദൈവം, ഗോഡ് ഈസ് ലവ്. സ്നേഹമാണെങ്കിൽ മറ്റൊരാൾക്കൊരു ദോഷം വരുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വേറൊരാൾക്കൊരു അഭിവൃദ്ധി വരുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റേ ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? ഞാൻ ഉള്ളത് പറഞ്ഞാൽ, ഒരു ബെൻസ് കാറിൽ ഞങ്ങളുടെ ഒരു എംപ്ലോയി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അദ്ദേഹം ആയിരിക്കില്ല, ഞാനായിരിക്കും. എനിക്ക് ബെൻസ് കാറില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല. ഇവിടെ 4.25 കോടി വിലയുള്ള ഒറ്റ മെഷീൻ, അങ്ങനെ എത്രയോ മെഷീൻസ് ഉണ്ട് ഞങ്ങളുടെ. മറ്റേ ഇത് മാത്രം ഞങ്ങളുടെ ആർട്ടിക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ 2000 മെഷീൻ ഉണ്ട്. ഒരെണ്ണത്തിന് ഏതാണ്ട് 66,000 വിലയുണ്ട്. അത് തന്നെ 10-14 കോടിയുണ്ട്. എത്ര കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. 250 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബുക്കിനകത്ത് അങ്ങനെയല്ല, കാലങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ കോസ്റ്റും പരിപാടിയെല്ലാം, ഒരു ബെൻസ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കേവലം നിസ്സാരം. പക്ഷെ എനിക്കങ്ങനെ ബെൻസിൽ പോകുന്നതിനകത്ത് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞാനൊരു ഇന്നോവ കാർ ഉപയോഗിക്കണേ, അതിനകത്ത് സംതൃപ്തനാണ്. പിന്നെ ഈ വലിയ വില കൂടിയ കാറൊക്കെ ഉപയോഗിച്ച് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ചെറിയ പോറലെങ്ങാനും വന്ന് എപ്പോഴും അതൊക്കെ പിന്നെ നന്നാക്കാൻ പോണി പണം കൂടുതൽ. പിന്നെ ബെൻസ് ഓടിച്ചുകൊണ്ട് ഒരുത്തും പോകണമെന്ന് ഇത്തിരി സ്പീഡിലെങ്ങാനും പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് അവന്റെ പോക്ക് കണ്ടില്ലേ ബെൻസും കൊണ്ടെന്ന് പറയും. നമ്മൾ ഇത്തിരി സ്പീഡിൽ ഓടിച്ചു പോയി കഴിഞ്ഞാൽ ആരും അങ്ങനെയൊന്നും പറയില്ല. പിന്നെ സ്വസ്ഥമായി അതിനകത്ത് ഇരിക്കാൻ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരു സീക്രട്ട് മന്ത്രയാണ്. 4000 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയാണ്. സാറ് ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര പ്ലസന്റ് ആണ്. ഈ ഒരു കമ്പനി നടത്തുന്നതിന്റെ യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇത്രയും നേരം സംസാരിച്ചെന്ന് സാറിന്റെ മുഖത്ത് ആക്ഷൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ സാറിന്റെ ഒരു ഡെയിലി റൂട്ടീനും കാര്യങ്ങളും റിച്വൽ എന്തെങ്കിലും സാർ ഫോളോ ചെയ്യുന്നുണ്ടോ? ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതിയിൽ 5 മണിക്ക് യോഗ എഴുന്നേൽക്കും, യോഗ ചെയ്യുമായിരുന്നു. ഇപ്പൊ അതെനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് അങ്ങനെ നടക്കണില്ല. അപ്പം സാധാരണ ഞാൻ
കാലത്ത് ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ചില ദിവസങ്ങളെല്ലാം വളരെ ലേറ്റായി പോകാറുണ്ട്. ഇന്നലത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ ഞാൻ 3 മണിക്കാണ് കിടന്നത്. ചില ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഡെൻ കെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ലൈഫ്. മറ്റുള്ളവർക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അതെ. ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ അഭിമുഖീകരിക്കാൻ, അതിന് അപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രതികരിക്കാനും അതിനു വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനും സദാ സന്നദ്ധനായിരിക്കണം ഒരു ഓൺട്രപ്രണർ. അതെ. അതുകൊണ്ട് അയാൾ മുഖേനയായിരിക്കണം. ആ ഓൺട്രപ്രണറിന്റെ തലേക്കടെയാണ് എല്ലാം ഓടിച്ചുകൊണ്ട് നടക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഏത് സമയത്ത് ഏതാവശ്യം വന്നാലും അയാൾ ready ആയിരിക്കും. 24 മണിക്കൂറും 365 ദിവസവും അയാൾ സദാ സന്നദ്ധനായെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അയാളെ ആശ്രയിച്ചു പോകുന്ന ഒരു സ്ഥാപനമായി ഒരിക്കലും ആ സ്ഥാപനം മാറുകയും ചെയ്യരുത്. അയാളെ മാത്രം ആശ്രയിച്ചു പോകുന്നു. അതെ, എല്ലാം അയാളില്ലെങ്കിലും എല്ലാം നടക്കണം. നടക്കണം. Yes. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, സപ്പോസ് എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു ഞാനായിട്ട് നോക്കി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ഞാൻ അതങ്ങ് ഇരിക്കും. എനിക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ ആളില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എന്നും ഒരു കുറച്ച് ഏതാനും ചില പല്ലുണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സുഖമില്ല. ഞാനിവിടെ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും കുറെ നേരം ഞാൻ ബിൽഡപ്പ് ഇങ്ങനെ ഈ പല്ലുണ്ടാക്കും, തന്നെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട്. അത് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പാഷനാണ്. ഇപ്പൊ ചിലർക്ക് ഹോബി എന്നാന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് ഹോബി പല്ലുണ്ടാക്കുക എന്നുള്ള. വായിക്കുന്ന എൻ്റെ ഒരു ശീലമാണ്, വായിക്കും. ഞാൻ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ധാരാളം വായിക്കും. വായിക്കണത് എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ആത്മീയ പുസ്തകങ്ങളെ വായിക്കണം. ബൈബിൾ വായിക്കണത് എനിക്ക് വലിയൊരു ഹരമാണ്. അതുപോലെ തന്നെ പിന്നെ ടൂറ് പോകണതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പൊതുവെ താല്പര്യമില്ല. വായിച്ചതില് ഏറ്റവും ബൈബിൾ അല്ലാതെ ഏറ്റവും ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ഏതാണ് സജസ്റ്റ് ചെയ്യാൻ? ഞാൻ വേറെ അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയാനായിട്ട് വളരെ ചുരുക്കം ചിലതൊക്കെ വായിച്ചെന്നല്ലാണ്. ഞാൻ കൂടുതൽ സമയം ബൈബിളും ആത്മീയമായ പുസ്തകങ്ങൾ, അതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ മോട്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു പല കാര്യങ്ങളും, നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ മറ്റുള്ളവർ പെരുമാറണം. അവിടെ ബൈബിളിലൊരു ഇതുണ്ട്, ഇപ്പൊ പ്രൊഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയല്ല, ഒരെണ്ണത്തിനകത്ത് പറയുന്നുണ്ട്, അത് സ്നേഹം സ്നേഹം ദൈവമാണെന്ന് പറഞ്ഞല്ലോ. സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അപ്പൊ യോഗ്യമായി നടക്കുന്നു. അങ്ങനെ എല്ലാം തത്വങ്ങൾ ഈ ബുക്കിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേറെയും ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ചുരുക്കം ഏതെങ്കിലും അങ്ങനെ ഒരു പുസ്തകം ഇന്നത് വായിച്ചു എന്ന് പറയാനായിട്ട്, അങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു പുസ്തകം വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. സാറിന്റെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? എൻ്റെ വിഷൻ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല, ഏറ്റവും ക്വാളിറ്റിയുള്ള പല്ല്, പരമാവധി വില കുറച്ച്, അഫോർഡബിൾ ക്വാളിറ്റിക്കകത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ വില കുറച്ച് എല്ലാ മനുഷ്യർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു വിഷനാണ്. മറ്റൊരു കാര്യം, ഈ ലോകത്തിൽ തന്നെ ഈ രംഗത്ത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുക. നമ്മൾ 2ാം സ്ഥാനത്താണ്, 1ാം സ്ഥാനത്ത് എത്തിച്ചേരുക. മറ്റൊരു കാര്യമാണ്, ഞാൻ തൊഴിലിന് വേണ്ടിയിട്ട് അലഞ്ഞു നടന്ന മനുഷ്യനായതുകൊണ്ട് എന്തുമാത്രം ജോലിക്ക് അവസരങ്ങളുണ്ടോ ആ ജോലിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരിക്കലും ജീവിതത്തിലെ മൂല്യങ്ങൾ താഴെ വെച്ച് ജീവിക്കാൻ ഇടവരാതിരിക്കുക. എങ്ങനെ പ്രസംഗിക്കുക പോലെ ജീവിക്കുക, ജീവിക്കുന്നത് മാത്രം പ്രസംഗിക്കുക, ജീവിതത്തിന്റെ മൂല്യം കാണിച്ചു കൊടുത്തുകൊണ്ട്, വാക്കുകളുടെ മുഴക്കമല്ല, ജീവിതത്തിന്റെ തിളക്കം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടയാകുക. കരയുന്ന മനുഷ്യരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇടയാകുക. വേദനിക്കുന്ന മനുഷ്യരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ ഇടയാകുക. അതെല്ലാം എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. സാറിന്റെ സാർ ഇപ്പോൾ ഒരു സക്സസ്ഫുൾ പൊസിഷനിലാണ് നിൽക്കുന്നത്. whom do you give credit for your success? എൻ്റെ സക്സസിന്റെ എല്ലാ ക്രെഡിറ്റും ആദ്യം ഞാൻ ദൈവത്തിന് അർപ്പിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന എംപ്ലോയീസ്, അവരാണ് അതിനെല്ലാറ്റിനും അതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ.
അവരെല്ലാം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ. ഞാൻ എൻ്റെ വൈഫിനെ ഞാൻ സ്നേഹിക്കുന്നു, കരുതുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവം ഒട്ടിച്ചേർത്തു വിവാഹം എന്ന ആ ഒരു ക്രിയയിലൂടെ. ഞാൻ എൻ്റെ ഭാര്യയെ ബെറ്റർ ഹാഫായി കാണുന്നു. എൻ്റെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും ബിസിനസ്സിലില്ല, വ്യക്തിപരമായ ജീവിതത്തിലില്ല. ഞാൻ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ഭാര്യയ്ക്കില്ല. ഞങ്ങളുടെ ഒരു ഒറ്റ ഹൃദയമാണ്, ഒറ്റ പേഴ്സേ ഉള്ളൂ, 2 പേഴ്സില്ല, എല്ലാം ഒന്നാണ്. അത്രയ്ക്കും ഞങ്ങൾ തമ്മിൽ അതുപോലെ സ്നേഹത്തിലാണ്. എൻ്റെ വീടൊരു കൊച്ചു സ്വർഗമാണ്. പുള്ളിക്കാരത്തി നല്ല മിടുമിടുക്കിയായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. ആളിവിടെ ഉണ്ട്, എന്നും വരും, ഞങ്ങൾ വരും, എന്നും എല്ലാ കാര്യങ്ങളിലും എന്നേക്കാൾ കൂടുതൽ എല്ലാം ഇൻവോൾവ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ല ഹാൻഡുള്ള ഒരു ടെക്നീഷ്യനാണ്. കല്യാണത്തിന് ശേഷമാണോ സാറ് ഈ ടെക്നീഷ്യനെ ആക്കി മാറ്റിയത്? അതെ, തീർച്ചയായിട്ടും. എൻ്റെ വൈഫ് ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. വിവാഹത്തിന് ശേഷം എൻ്റെ കൂടെ വന്ന് പിന്നെ കാര്യങ്ങളെല്ലാം ഓരോന്ന് തിയറി എല്ലാം പഠിച്ച് അങ്ങനെ ഇക്കാര്യത്തിൽ നല്ല മിടുമിടുക്കിയ ഒരു ടെക്നീഷ്യനായിട്ട് മാറി. ഒരു സകലകലാ വല്ലഭയാണ്. അതേപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ ഈ വൈഫുമാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലും പ്രശ്നമാണെന്നൊക്കെ പറയുന്ന ഒരു സ്കെപ്റ്റിക്കൽ സാധനം ഉണ്ടല്ലോ. അത് വെറും വിഡ്ഢിത്തമാണ്. ഞാൻ പറയുകയാണെങ്കിൽ അത് വെറും വിവരക്കേടാണ്. കാരണം ഭാര്യമാര് ബിസിനസ്സിൽ കൂടെ ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് സ്ത്രീ ജീവനക്കാരുള്ള ആ സ്ഥാപനത്തിന്റെ ആ മൂല്യം വളരെ വളരെ വർദ്ധിക്കും. മാത്രമല്ല അവരോടൊന്നോടെ എഴുകിച്ചേരുവാനും അവരുടെ വേദനകളും അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുവാനും അവരോട് ഒരുമിച്ച് ഇടപഴകുവാനും എല്ലാം നമ്മളെക്കാൾ കൂടുതൽ സാധിക്കുന്ന അവർക്കാണ്. മാത്രമല്ല ലോകം നോക്കുമ്പോഴും ഒരു സംശുദ്ധമായ ജീവിതത്തിന് ഉടമയാണ് ഞാനെന്ന് അറിയണമെങ്കിൽ, എത്ര സംശുദ്ധമായ ജീവിതത്തിന് ഉടമയാണെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ഞാനും ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പോകുന്നു. അത് തന്നെ ഒരു അതിനുണ്ടൊരു മൂല്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഏത് കാര്യത്തിനും തക്ക തുണയായിട്ട് നിൽക്കേണ്ട ഭാര്യയാണ്. ഭർത്താവ് തീർച്ചയായിട്ടും ഭാര്യയോട് ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കണം. എൻ്റെ അഭിപ്രായം അതാ. ഒരു 100 രൂപ ആർക്കെങ്കിലും വായ്പ കൊടുക്കുവാണെങ്കിലും അത് വായ്പ മേടിക്കുവാണെങ്കിലും ഭാര്യ അറിഞ്ഞിരിക്കണം. എനിക്ക് എല്ലാ ഭാര്യമാരും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ബഹുമാനിക്കാത്തവരാണ്, ഭാര്യനെ പുറകോട്ട് മാറ്റി നിർത്തുന്നവരാണ്. തെറ്റാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും തുല്യരാണ്. അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വ്യക്തിത്വമുണ്ട്, അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് അത് രണ്ടുപേരും ഒറ്റ മനസ്സായി തീരുമ്പോൾ അതൊക്കെ എല്ലാം മധുരതരമായ ജീവിതമായിട്ട് മാറുകയുള്ളൂ. അതാണ് എൻ്റെ അനുഭവം. ലൈഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ 37 വർഷത്തിന് ഉള്ളിൽ പല രീതിയിലുള്ള ചലഞ്ചസ് സാറ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ബിസിനസ് എപ്പോഴും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിട്ട് പോകില്ലല്ലോ. പലപ്പോഴും ഡിപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മൊമെന്റ്സിലൊക്കെ ഒരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ലോസിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് കൂടെ സാറ് പോയിട്ടുണ്ടായിരുന്നു? എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് 90ന്റെ ആരംഭത്തിൽ സെറാമിക് ടെക്നോളജി തുടങ്ങാനായിട്ട് ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുടക്കി. മിഷനറികളെല്ലാം വന്നു, എല്ലാം ജർമ്മനിയിൽ നിന്നും എല്ലാമായിട്ട് ഇമ്പോർട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം വന്നു, എല്ലാം ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നു. എല്ലാ പണമെല്ലാം മുടക്കി, എല്ലാ റോ മെറ്റീരിയൽസ് എല്ലാം വന്നു. പക്ഷേ ആദ്യം ചെയ്തു വന്ന വർക്ക് സെറാമിക് പോർസലിൻ വർക്ക്, മെറ്റൽ സെറാമിക്, അത് രണ്ടായിട്ട് പൊട്ടി. ഷെയ്ഡുകളൊന്നും ശരിയാവുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറെ ഓർഡർ എടുത്തു. അത് ഞാൻ മുംബൈയിൽ അയച്ച് എസ്തെറ്റിക് ഡെന്റൽ ലാബിൽ ചെയ്തെടുക്കേണ്ടി വന്നു, ഗോപാൽസ് ഡെന്റൽ എസ്തെറ്റിക്സിൽ. അവിടും ചെയ്ത് ആ ഡോക്ടറെ വർക്ക് ഇവിടെ വന്നപ്പോൾ അതും പൊട്ടിയിരിക്കണം. എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഒരുപടി പൈസ കടം മേടിച്ചാണ് ഡെൻകെയർ തുടങ്ങിയ ശേഷം ഏതാണ്ട് 5 വർഷത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞത്. ദൈവമേ, എനിക്കങ്ങ് ആകെപ്പാട് എല്ലാം തീർന്നല്ലോ, എന്താകുമെന്നുള്ള ഓർത്ത് എനിക്ക് വല്ല മാനസിക വിഭ്രാന്തി വരുമോ എന്ന് ചിന്തിച്ച ഒരു കാലമായിരുന്നു അത്. രാത്രി ഉറങ്ങാൻ ലേറ്റായിട്ടാ കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യും? അങ്ങ് ആകെ അങ്കലാപ്പിലായി. ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, ദൈവമേ എന്ത് ചെയ്യും?
ഞാൻ അന്നത്തെ ആ സാഹചര്യം ഓർക്കാൻ പോലും എനിക്ക് പാടില്ല. ഞാൻ ഏങ്ങി കരഞ്ഞ രാത്രിയായിരുന്നു അന്ന്. പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമായി തീരുമാനിച്ചു. ദൈവമാണ് എനിക്കിത് തുടങ്ങി തന്നതെങ്കിൽ ആ ദൈവം ഇത് നടത്താൻ സർവ്വശക്തനാണ്. ഞാൻ മുഴുവനും ദൈവത്തിലങ്ങ് ആശ്രയിച്ച് അവിടെ മുട്ടുകുത്തിയിരുന്നു ബൈബിള് വായിക്കുകയും ഞാൻ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തു. നാളെ എനിക്ക് എത്ര ദരിദ്രനായി തീരേണ്ടി വന്നാലും വേറെ എന്താ വരാനുള്ളത്? കയറി വന്ന് എന്താ സംഭവിക്കണേ? ബിസിനസ് തകർന്നു പോയി, ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, എല്ലാം കൊണ്ടുപോയിരിക്കും ആരെങ്കിലും പിടിച്ചോണ്ട്. അതല്ലേ വരാനുള്ളൂ. നാളെ റബ്ബർ വെട്ടിയാണെങ്കിലും ജീവിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും തളരില്ല എന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത വന്നതോടുകൂടി പോസിറ്റീവ് എനർജി വരികയും തുടർന്ന് ഞാൻ അതിനെ തുടർന്നാണ് മറ്റേ അവിടെ ജർമ്മനിലല്ല, സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്ത് ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ കൺട്രി പോയി അവിടെ പഠിക്കുകയും പിന്നീട് വന്ന് അതെല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഇടയായത്. ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഇത്തിരി എടുത്തിയാട്ടമായിരുന്നു 50 ലക്ഷം രൂപ പെട്ടെന്ന് മുടക്കി അങ്ങ് ചെയ്തത്. അതിന് മുമ്പായിരുന്നു ആ ട്രെയിനിങ്ങിന് പോകേണ്ടത്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിലൊന്നും അങ്ങനെ പണം മുടക്കി കാര്യങ്ങൾ ചെയ്യാതെ ട്രെയിനിങ് കിട്ടാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല. ഇന്നത്തെ മാതിരി അല്ലല്ലോ അന്നത്തെ കാലങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ കാലങ്ങളെല്ലാം മാറി നല്ല ഇതിലായല്ലോ. പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ബഹുമാനിക്കുന്നവരല്ല. തെറ്റാണത്. ഭാര്യമാര് സ്ത്രീജനം ബൈബിള് പഠിപ്പിക്കുന്നത് എങ്ങനെയാട്ടോ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. 3 കാര്യം. സ്നേഹിക്കുക കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല ഭർത്താക്കന്മാരും എങ്ങനെയാണെന്നറിയോ? കരുതുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കണ്ടെന്ന് പറയും. സ്നേഹിക്കണില്ല പലരും. സ്നേഹിക്കണുണ്ടെങ്കിൽ കരുതും. എങ്ങനെയാണ് കരുതുക എന്ന് പറഞ്ഞത്? അല്ല, ഭാര്യയുടെ അപ്പനെയും അമ്മയും സ്വന്തം അപ്പനെയും അമ്മയെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് കരുതൽ എന്ന് പറഞ്ഞത്. ചോദിച്ചു നോക്കിയോളൂ, ഏത് ഭാര്യയോടും ചോദിച്ചു നോക്കിയോളൂ. അവരുടെ ആങ്ങളോടും മിണ്ടില്ല, അവരുടെ അപ്പനെയും അമ്മേനും വേണ്ടത് പരിഗണിക്കില്ല, അവരുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോവില്ല. തെറ്റ്. എന്നിട്ട് കരുതണ്ടെന്ന് പറഞ്ഞത് വെറുതെയാ. എല്ലാവരും അങ്ങനെ. ജോൺ സാർ, ഒരാളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക എന്ന് പറഞ്ഞതാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഡെൻകെയറിനെ സംബന്ധിച്ചിടത്തോളം ഡെൻകെയറിന്റെ മോട്ടോ തന്നെ അതാണ്. ഡെൻകെയറിന്റെ കർത്തവ്യം തന്നെ അതാണ്. 50 മില്യൺ ഹാപ്പി സ്മൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വെബ്സൈറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ കാണുന്നത്. എത്ര ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തണം? എന്താണ് ശരിക്കും സാറിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം? ലോകത്തിലെ മുഴുവൻ മനുഷ്യരും പുഞ്ചരിക്കുന്നവരാണെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നിങ്ങൾ തന്നെയാ പുഞ്ചരിച്ചപ്പോ നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ സൗന്ദര്യം. അതേസമയം നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കണം, മുഖം ഒന്നും ദേഷ്യഭാവത്തിലിരിക്കുന്നു, ഒട്ടും ചിരിക്കുന്നില്ല. നമുക്ക് ഭയം തോന്നും. നമ്മുടെ മുഖം നമ്മൾ കണ്ണാടി കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. ദേഷ്യപ്പെട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ ഇങ്ങനെ നോക്കുക ചെയ്യുമ്പോൾ ഒരു ചെലവുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. ഒന്ന് ചിരിക്കുമ്പോൾ ഞാൻ പറയും, ഇവിടുത്തെ സ്റ്റാഫിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നു. എനിക്ക് എല്ലാവരും അറിയില്ലല്ലോ, എല്ലാവരും ഒന്നും അറിഞ്ഞുകൂടാ. അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം പൂവിട്ടിരുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാവരെയും, ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ചിരിക്കുന്നവരാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ട് മാറേണ്ടതല്ലേ? അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ എല്ലാവരും, ഞാൻ നിങ്ങളെല്ലാവരും നോക്കി വളരെ ഗൗരവമായിട്ട് ഇരിക്കുമ്പോ എന്താ ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രത്യേക സൗന്ദര്യം വരികയാണ്. ഒട്ടും കാണാൻ ഫെയർ ആണെന്ന് അല്ലെന്ന് തോന്നുന്ന ആളുകളും ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യം കടന്നു വരുന്നു. അതുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പുഞ്ചിരിക്കുന്നവരാക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി എന്തുമാത്രം ചിരിപ്പിക്കാൻ പറ്റുമോ, ആരെയെല്ലാം പുഞ്ചിരിപ്പിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ഞങ്ങൾ ഉത്സാഹിക്കും. അത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. സാർ, അതേപോലെ തന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഓൺടർപ്രണർ ജേർണിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ സാറ് പോയിട്ടുണ്ട്. ഏറ്റവും ഹംബിൾ ആയിട്ടുള്ള, ഏറ്റവും അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് സാറ് തുടങ്ങിയിട്ടുള്ളത്. സാറിന്റെ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ ഓൺടർപ്രണേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും സക്സസ് പെട്ടെന്ന് വേണം, പലർക്കും ഇൻവെസ്റ്റ്മെന്റ്സ് പെട്ടെന്ന് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ സാറിന്റെ അനുഭവത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയാനുള്ള കാര്യം ഇപ്പോഴുള്ള ആളുകൾക്കെല്ലാം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാണ്. അവർ അന്വേഷിച്ച് നടക്കുകയാണ് എങ്ങനെയാണ് ഒന്ന് പെട്ടെന്ന് ധനവാനാകേണ്ടത്, എന്ത് എളുപ്പ വഴിയാണുള്ളത്. സക്സസ് ആകാൻ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നുമില്ല. കഠിനാധ്വാനമില്ലാതെ ഒരിക്കലും ആരും ഉയർന്നിട്ടില്ല, ഉയരുകയുമില്ല. ദൈവം ആർക്കും ഒന്നും നൂലെ കെട്ടി ഇറക്കി കൊണ്ട് തരികയുമില്ല. ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്,
Do you want the fragrance of a full-blown rose? If so, you must accept the thorns. മുള്ളുകൊള്ളാതെ ഒരിക്കലും ഉം. റോസാപുഷ്പത്തിന്റെ മുഴുവൻ സൗരഭ്യവും നുകരുക സാധ്യമല്ല. ഉം. If there is no pain, there is no gain. If there is no bleeding, there is no blessing. If there is no cross, there is no crown. ഇതൊരു തത്വമാണ്, വെറും വാക്കുകളിലെ തത്വമല്ല. അധ്വാനിക്കാൻ മനസ്സില്ലേ? റിസ്ക് എടുക്കാൻ മനസ്സില്ലേ? ഏതൊരു സാഹചര്യത്തെയും സംയമനത്തോടെ അഭിമുഖീകരിക്കാൻ മനസ്സില്ലേ? ഉം. ബിസിനസ് തുടങ്ങണ്ട. തുടങ്ങാം. നല്ലത് ഉം. ജോലിക്കാരനായി തുടർന്നോളൂ. ഉം. ഓക്കെ. പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. അതെ. ഉം. ജോലിക്ക് വന്നു, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി ഉം. കുടുംബമായിട്ട് ജീവിച്ചു. നല്ലത്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടല്ലോ. അതെ അതെ. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ ഒക്കെ ഉം. ജീവിക്കണം. ഉം. ഉം. ഇനി പ്രൈവറ്റിൽ പോലും ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള പദവിയിൽ വഹിച്ച് ജീവിക്കണമെങ്കിൽ അവന് രാത്രി ഉറക്കവും പകലും രാത്രി ഒന്നും ഉറക്കം കാണില്ല. ഉം. 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 അതെ അതെ. അതെ. തീർച്ചയായിട്ടും. വലിയ പദവിയിലേക്ക് പോകണ്ട. ഉം. ഉം. വലിയ പദവി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉം. ബിസിനസ് തുടങ്ങിയത് അത് വിജയിപ്പിക്കണം എന്നുള്ളവരും അതിന് റിസ്ക് എടുത്തേ പറ്റൂ. അതെ തീർച്ചയായിട്ടും. അതിന് വില കൊടുത്തേ പറ്റുള്ളൂ. അതെ. അതിന് വേണ്ടതായ പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. ഉം. പലതും ജീവിതത്തിൽ മാറ്റി വെച്ചേ പറ്റുള്ളൂ. വേണമെങ്കിൽ മതിയെന്നേ. വേണ്ട. ഞാൻ മൂലം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടണം, ഉം. ഒരു കൂട്ടം മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സ്റ്റേറ്റ് അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടണം, ഉം. എൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. ഉം. ഞാൻ മൂലം എന്തെല്ലാം എനിക്ക് ഒരു അനുഗ്രഹമായി തീരാമോ? ഉം. അങ്ങനെ തീരണമെന്നുള്ള അതിയായ വാഞ്ചയും ദാഹവും ഉള്ളവർ മാത്രം ഇതിന് ഇറങ്ങി തിരിച്ചാൽ മതി. എല്ലാത്തിനും ഇറങ്ങി തിരിക്കണ്ട. തീർച്ചയായിട്ടും. പലരും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹ, ഉം. ആരംഭശൂരത്വം. ഉം. 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 എന്നാൽ ഏതാനും നാൾ കഴിഞ്ഞു, പിന്നെ കഞ്ഞിക്കുള്ള മാർഗമായി, പിന്നെ അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, ഉം. പിന്നെ ഉഴപ്പി നടക്കുക, പിന്നെ ടൂർ പോവുക. ടൂർ പോകണമെന്നല്ല ഞാൻ പറഞ്ഞേ, പിന്നെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. ഉം. അങ്ങനെ വരുമ്പോൾ എല്ലാം പരാജയത്തിലേക്ക് വരുന്നു. നമ്മൾ നേടിയെടുത്തതും നമുക്കുള്ള ആസ്തി എല്ലാം ബാങ്ക് പിടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം വരുന്നു. ഉം. ഉം. അതിന് ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റ് കൂടെ നിൽക്കുന്ന ജോലിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതെ. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്ക് എന്ത് ഉത്സാഹമുണ്ടോ അതേ ഉത്സാഹം എൻ്റെ അവസാന നിമിഷം വരെ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. Right, sir. സർ, ബൈബിളിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. ഉം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ആ. അവർ എത്ര ഓടിയാലും ക്ഷീണിക്കുകയില്ല. ആ. നടന്നാൽ തളരുകയുമില്ല. ആ. ഏശയ്യ 40:31. ഉവ്വ. അതിന്റെ ഏറ്റവും കൺകണ്ട തെളിവാണ് ശരിക്കും ജോൺ സാറിന്റെ ജീവിതം എന്നുള്ളത് ഈ ഒരു പോഡ്കാസ്റ്റ് സെഷനിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഉവ്വ. സോ താങ്ക് യു ഫോർ ദ ഫ്രൂട്ട്ഫുൾ ടൈം. Yeah. And also, sir, കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രൈഡായി വേൾഡിലെ നമ്പർ 1 ഡെന്റൽ പ്രോസസസ് കമ്പനി ആയിട്ട് ഡെന്റകെയർ മാറട്ടെ. We'll be looking forward to that. Thank you so much for your time. Thank you. Thank Thank you, you so sir. much. Thank you.